പത്മാസനസ്ഥിതേ ദേവി പരബ്രഹ്മസ്വരൂപിണി പരമേശി ജഗന്മാതാ മഹാലക്ഷ്മീ നമോസ്തുതേ. പറമ്പിൽ ഭഗവതി രക്ഷിക്കണേ. അത് കരയാ? അത് കരയൂല, അതാണ് മന്നാടിയാന്മാരുടെ മന്നാടിപുരം. മന്നാടിയന്മാരുടെ മാത്രമല്ല, ഞങ്ങൾ പോലീസുകാരും മന്നാടിപുരത്തുകാരാ. ഒന്ന് പോടോ, പറഞ്ഞ് പേടിപ്പിക്കാതെ. അതിന് താനിപ്പോ പോലീസുകാരനാണോ? അതേടോ, സസ്പെൻഷനിലാണെങ്കിലും പോലീസുകാരൻ എന്നും പോലീസുകാരനാ. ഒന്നിച്ചാ അവര് ജനിച്ചത്. ആ ആനയ്ക്കും ആർച്ചെന്ന പേര്, അവൾക്കും ആ കൊമ്പന്റെ സ്വഭാവം തന്നെയാ. താൻ വിസ്തരിക്കണ്ടോ? ശരിയാവില്ലേ വക്കീലേ? ഞാൻ ഏറ്റില്ലേ? വാദിച്ച് 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 അവളെ കൈ തരുമെന്ന്. എന്താ പോരെ? മതി, അത് മതി വക്കീലേ. കോടതിയിൽ ആർച്ചയുടെ തോലുരിയണം. അവൾക്കെന്തെങ്കിലും മാനക്കേട് വന്നാ പിന്നെ അവളുടെ ആങ്ങളമാർ സഹിച്ചിരിക്കില്ല. അപ്പൊ അവന്മാര് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യും. അവരെ കൊണ്ടുള്ള ശല്യം ഒഴി. അങ്ങനെ ആർച്ച എനിക്ക് സ്വന്തമാകും. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. എവിടാണോ പുഴ കരയുന്നേ? 4 വക്കീലന്മാരുടെ ശവം വീണേ പുഴ. കരയല്ലാതെ പിന്നെ ചിരിക്കോ? അയ്യോ, മന്നാടിയന്മാർ. ഗജേന്ദ്ര മന്നാടിയാർ, വീരേന്ദ്ര മന്നാടിയാർ, നരേന്ദ്ര മന്നാടിയാർ. അയ്യോ, 5 റിവേഴ്സ് ഫോട്ടോ.
എന്റെ കേസ് വിളിച്ചാവോ? കുമാരനെത്തിയല്ലോ. വക്കീലിനെ വിളിക്കാൻ പോയിട്ട് നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? അയാൾ എവിടെ പോയി? അയാള് പോയി. എങ്ങോട്ട് പോയി? ജീവൻ കൊണ്ട് ഓടി. ആരാ ഈ ജീവൻ? എന്തിനാ അയാളെ കൊണ്ട് പോയത്? അയാളെ റാഞ്ചി വിട്ടപ്പ. ആര് റാഞ്ചി? മന്നാടിയന്മാര് റാഞ്ചി. അയ്യോ വക്കീലേ. എവിടെയുള്ള പൂമാരൻ? എന്റെ മണ്ണാടിയന്മാരുടെ പുന്നാര പെങ്ങക്ക് പൂ കൊടുത്ത അവൾ എന്റെ പെങ്ങളാ. ഇവരാങ്ങളമാരും അവളെ തൊട്ട് കളിച്ചാൽ നിന്നെ ഞാൻ കോടതി കയറ്റും. കോടതി, സുപ്രീം കോടതി. ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കേട്ടോ, ഞങ്ങളാ ഇവിടുത്തെ കോടതി. ഈ മന്നാടിപുരം മണ്ണ് ഞങ്ങളുടേതാ. ഞങ്ങൾ ഇനിയും ഇവിടെ ഭരിക്കും. പൊന്നാരപ്പെങ്ങളെ തൊട്ട് കളിക്കാൻ പട്ടി കരുതണ. ഇനി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടാ വക്കീലന്മാരെ. വാടാ. പെരുമത്തുടി കൊട്ടി വരുന്നേ, പുതുമക്കഥ പാടി വരുന്നേ, വരുന്നേ, പുതുമക്കഥ പാടി വരുന്നേ. ഇടവഴിയും നടവഴിയും നാടെല്ലാം പാടിയുണർത്തി, പതിരെല്ലാം പാറ്റിയെറിഞ്ഞേ, കതിരെല്ലാം കൂടിയെടുത്തേ. പെരുമത്തുടി കൊട്ടി വരുന്നേ, പുതുമക്കഥ പാടി വരുന്നേ. മണ്ണാടിക്കോയിക്കൽ തറവാട്ടിലെ പൊന്നാങ്ങളമാർക്ക് പൊന്നും കുടം പോലെ പെങ്ങളാർച്ച. കുന്നത്തെ കൊന്ന പൂവല്ലവൾ, കസ്തൂരി മഞ്ഞൾ മുറിച്ചതുമല്ല, കൽക്കണ്ടമല്ല, കരിക്കല്ല, നീലക്കരിമ്പല്ല, പൂമ്പല്ല, മുള്ളുമുറിക്കിന്റെ മൂർച്ചനാവിൽ, കല്ലുളി കാന്ത മുനകൾ കണ്ണിൽ. പെരുമത്തൊടി കൊട്ടി വരുന്നേ, പുതുമക്കഥ പാടി വരുന്നേ. തറവാട്ടിലിന്ദ്രന്മാരൊത്തുകൂടി കുറുമിക്കു വായ്ത്തല തേച്ചുകൂട്ടി, കൊല്ലും കൊലയ്ക്കും കളമൊരുക്കി വെല്ലുവിളിച്ചവർ നിന്നുപോലും നല്ല നാടിന്റെ കണ്ണീരു വീൺ നനഞ്ഞു പോലും. ചോരയ്ക്കു ചോര മരന്നൊഴുകി, നാടും നഗരമും തേങ്ങി പോലും, നന്മ തുടി കേട്ടുണർന്നു വായോ, മണ്ണാടി ദേശമുണർന്നു വായോ. തുള്ളിക്കാൻ പോയിട്ട് തുള്ളിക്കൊണ്ടു നിൽക്കുന്നു. മന്നാടിയാന്മാരെ അടക്കാൻ കഴിയില്ലെങ്കിൽ നീക്കുന്ന കാക്കിട്ട് കിടക്കുന്നു. മാമ പിന്നെ കാവ്യാണ് ഇട്ടിരിക്കുന്നേ. അല്ല, ആനയ്ക്കാവാത്തത് അണ്ണാനാവോ മാമ? ഇല്ല, അണ്ണാന്മാർക്ക് കഴിയൂടാ വരുമോനെ. ഇനി മന്നാടിപുരത്ത് 2 പോലീസ് വേണ്ട. ഒന്നുകിൽ നമ്മള്, അല്ലെങ്കിൽ മന്നാടിയാർ പോലീസ്. ഇങ്ങനെ പോയാ മന്നാടി പോലീസ് മതിയെന്നാ പറയുന്നേ. ആര് പറഞ്ഞു? ആ മന്നാടിയാർ പെണ്ണ. അവൾ ആരെ? ഇവിടുത്തെ രാജകുമാരിയാ. അവളെ പേടിച്ച് മന്നാടിപുരത്ത് ആണുങ്ങൾക്ക് വഴി നടക്കാൻ വയ്യെന്നായി. അവളെയും അവളുടെ ആങ്ങളമാരെയും അടക്കിയിട്ട് SI പരവഞ്ഞ് വീട്ടിലേക്കുള്ളൂ. എന്നാ മാമിയോട് ചെന്ന് പറയട്ടെ, മാമനെ മറന്നേക്കാൻ. ആർച്ച വരണ്ടു. ആർച്ച തരേണ്ടത് ഇവിടെയാണോ പറയുന്നത്? വരണ്ടതല്ല, വരണ്ടു. അവള് വരേണ്ടതിന് നമ്മളെന്ത് വേണം? മാമ, വരണ്ടത് അവളല്ല, മന്നാടിയന്മാരുടെ ആർച്ചാന്ന കൊമ്പനാനയാ. മതി, മന്നാടി അമ്മരകത്താക്കാൻ ഇത് മതി. ആദ്യം ആന, പിന്നെ ആനയുടെ ഉടമ ഗജേന്ദ്ര മന്നാടിയ. അതെ, ഗുണ്ട്. മന്നാടിയാന്മാരുടെ അഭിമാനമാകാൻ പോകുന്ന ഗജേന്ദ്ര ഗുണ്ടിന്റെ ഉദ്ഘാടനം. മന്നാടിയാർ പടക്ക കമ്പനിയിലെ പരീക്ഷണശാലയിൽ നീണ്ട നാളത്തെ എന്റെ ഗവേഷണത്തിലൂടെ ഉരുത്തിരിഞ്ഞതാണ് ഈ ഗുണ്ട്. തൃശൂർ പൂരത്തിന് പാറമേക്കാവുകാർക്ക് വേണ്ടി പൊട്ടിക്കാനുള്ള ആനഗുണ്ട്. ഇത് പൊട്ടുമ്പോൾ ആനകൾ ചാടും. അതെ. വീരേന്ദ്ര, സംശയമുണ്ടോ? ഒരു സംശയമുണ്ട്. പറയൂ.
ആന ചാടുമ്പോ പൂര അലമ്പാവൂലണ്ണ. ജീവനുള്ള ആനയല്ല മണ്ട. ഈ ഗുണ്ടിൽ നിന്നും പൊട്ടിവിടരുന്നത് വർണ്ണ പകിട്ടുള്ള കടലാസ് കൊണ്ടുള്ള ആനകൾ. അവ ആകാശത്ത് നൃത്തം വെക്കും. അങ്ങനെ മന്നാടിയാന്മാരുടെ പേര് പൂരം കാണാമെന്ന ദശലക്ഷങ്ങളുടെ ചുണ്ടിൽ തത്തിക്കളിക്കും. ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്, ഗജേന്ദ്രഗുണ്ട്. മന്നാടിയാരെ എന്താ വക്കീലേ, എന്താ എടുക്ക്? എന്നെയല്ല, എന്നെ ഇട്ടിട്ട് ജീപ്പ് എടുക്കാൻ. അയ്യോ അയ്യോ അയ്യോ, ആർച്ച പിണങ്ങി നടു റോട്ടിൽ കിടന്ന് താണ്ഡവം ആടുക. ഈ മന്നാടിപുരം മുഴുവൻ ഞങ്ങളുടെ പെങ്ങൾ താണ്ഡവം ആടിക്കോട്ടെ. ആരാടാ ചോദിക്കാൻ? പെങ്ങളുടെ താണ്ഡവം റോട്ടിലല്ലേ, വക്കീലിന്റെ നെഞ്ചത്തൊന്നും അല്ലല്ലോ. അയ്യോ, പെങ്ങളല്ല, പെങ്ങളുടെ പേരുള്ള നമ്മുടെ ആനയാ വരേണ്ടത്. പോലീസ് പോയി കഴിഞ്ഞു. പോലീസ് പോയെങ്കിൽ പോട്ടെ, നമുക്ക് എന്താടാ? എന്താ നിനക്ക് സംശയമുണ്ടോ? പൊട്ടാനായോ? അയ്യോ, അവിടെ നിൽക്കാനാ പറഞ്ഞത്, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അവിടെ തലക്കല പാപ്പ ഞാനേ. അതാ കൃഷ്ണൻകുട്ടി പറ്റിച്ച പണിയാ. അവനെന്താ ചാരായം കൊടുത്തു ആനയ്ക്ക്? അല്ല, ആനപ്പുറത്ത് എപ്പോഴും ആരെങ്കിലും ഇല്ലെങ്കിലേ അവ വരണം. ആ കൃഷ്ണൻകുട്ടിയോട് ഒരു കാലിൽ കൂടി കയറാൻ പറഞ്ഞിട്ടാ ഞാൻ മറ്റേ കാലിൽ കൂടി ഇറങ്ങിയത്. ആ സമയത്ത് അവൻ വായ നോക്കിയിരുന്നു. ആരെങ്കിലും ആനയുടെ പുറത്തൊന്ന് കേറി കിട്ടിയാലേ അവൻ അടങ്ങും. ആരെങ്കിലും മതിയോ? മതിന്നേ, ആരെങ്കിലും ഒരാളെ കിട്ടിയാ മതി. ദൈവമേ, നാട്ടാരെ, ഈ ജന്തുവിനെ ആരെങ്കിലും കയറെടുത്തൊന്ന് കെട്ടിടണ്ടോ? ആനയെ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരണോ, അല്ല നീ ഇങ്ങോട്ട് കയറി വരണോ? പ്രാണം പോണ സമയത്ത് ഇരുന്ന് തൊലിക്കണേ. കുറെ നേരമായല്ലോ മനുഷ്യൻ ഇതിന്റെ പുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ തോന്നിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? അയ്യോ, അയ്യോ, ആരാ? അയ്യോ, രക്ഷപ്പെട്ടു. ആരെങ്കിലും ഒന്ന് പിടിക്കണേ. അയ്യോ, എവിടാ എവിടാ ഇതിനെ പിടിക്കുന്നത്? അയ്യോ അമ്മേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നീ അപ്പൊ കാട്ടി പോന്നെ. കാട്ടാനാണോ കാട്ടാനാണോ? അയ്യോ, ഞെളിഞ്ഞിരിക്കാൻ ആനയെ തളക്കണേ പാപ്പാനെ. പാപ്പാനാ? പാപ്പാ നിന്റെ മറ്റവൻ വണ്ടി പുറകോട്ടാ. സാറേ, അതും സാറാ, സേതു സാറ്. ഏത് പോത്ത സാറ്? അയ്യോ, ആന മുന്നോട്ട് വരുന്നു. ആ ജന്തുവിന്റെ മസ്തം നോക്കി വെക്കലാ വെടി. മാമ, മുകളിലിരിക്കുന്ന ജന്തുവിനെയോ താഴെ നടക്കുന്ന ജന്തുവിനെയോ? താഴെയുള്ള ജന്തുവിന്റെ വെക്കലാ വെടി. വെടി വെക്കാൻ പറഞ്ഞില്ല, ആദ്യം വെടി വെക്കാൻ പറ്റേ മാനെ. ഇനി അവൻ മന്നാടിയന്മാരുടെ വീട്ടിൽ നിൽക്കും, അല്ലെങ്കിൽ മന്നാടിയന്മാർ ഇവിടെ വരണം. അതാ അവന്റെ സ്വഭാവം. അവന്മാര് വരാൻ തളയ്ക്കാൻ പറ്റുമെന്ന് ഞാനൊരു കൈനോട്ടം കൊണ്ടൊന്നും ആനയെ തളയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ പാപ്പാനെവിടെ? ഈ ജന്തുവിന്റെ പാപ്പാനെവിടെ? നിർത്തൂ, നിർത്തൂ, വണ്ടി നിർത്തൂ, വണ്ടി നിർത്തൂ. പിടിയിടാവനെ. അയ്യോ, ഏമാമാരായിരുന്നു. മനസ്സിലായില്ല ഇതൊക്കെ. ഭയങ്കര എന്താടാ? ആനയെ തളച്ചു, നമ്മുടെ ആർച്ചാനയെ തളച്ചു. മന്നാടിയാന്മാരുടെ ആനയെ തളയ്ക്കാൻ ഇവിടെ ആർക്കാടാ ധൈര്യം ഉണ്ടായത്? പറയടാ, പറയടാ. ആനയ്ക്ക് മതവളയാൽ തളയ്ക്കാം, മന്നാടിയാന്മാർക്ക് മതവളയാൽ ഉണ്ടല്ലോ. ബസ്സിൽ വന്നൊരു പാപ്പാനായമാനെ ആ താപ്പാന. അവന്റെ കുടൽമാനയെടുത്ത് ഗജേന്ദ്ര ഗുണ്ടിലിട്ട് പൊട്ടിച്ചിട്ട് ഇനി മന്നാടിയാന്മാർക്ക് ഉറക്കം വരൂ. എനിക്കും. നീ മന്നാടിയാനാണോ? എല്ലാവരും കേറടാ. നീ എവിടേക്കടാ? നീ പോയി 3 മുൻകൂർ ജാമ്യം എടുത്തു വെക്ക്. അല്ല, ഞാൻ പോയി കോട്ട്. ഇനി എന്തിനാടാ കോട്ട്? ഈ കറുപ്പ് പോരെ? പോടാ. അണ്ണാ, ഒരു സംശയമുണ്ട്. സംശയം നിന്റെ കേരളം. വണ്ടി എടുക്ക. നിക്കാനേ, നിക്കാൻ. നോക്കി നിൽക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഏതീ കരിമ്പൂതങ്ങള്? ആനപ്പാപ്പന്മാരാ? ആനയുടെ മുതലാളിമാരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അയ്യടാ, ആനയുടെ മുതലാളി എന്ന് പറഞ്ഞ ആനയ്ക്ക് മാച്ചായി ഡ്രസ് ഇട്ടെന്നെ എടുക്കാം. തമാശ കളിക്കാണ്ട് ആളെ താഴെ ഇറക്കണ്ടോ? നിർത്തടാ. മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പൊ പ്രാന്തുണ്ടോ? ഒറ്റ തൊഴിയെ. കാലുമൊക്കെ
പിന്നെ ആന കാലല്ലാണ്ട് പിന്നെ കൈ വെക്കോ? എടാ നോക്കിയിരിക്കാതെ താഴോട്ടിറങ്ങണ. താഴോട്ടല്ല പിന്നെ മേലോട്ട് ഇറങ്ങാൻ പറ്റൂ. നോക്കി നിൽക്കാതെ അയാളെ താഴ്ത്തിറക്കി നീ മുകളിൽ കയറി. ആവുന്നുണ്ട്. അങ്ങോട്ട് ഇറങ്ങ്. ഈ ഏത് കാല് ഞാൻ പിടിക്കാം, അങ്ങോട്ട് വാ. കൈ തരാം. ഇങ്ങോട്ട് വാ. പിടിച്ചോ. ആനതേ ഇവന്റെ അടുത്ത് കളിക്കുന്നവര് എന്റെ അടുത്ത് കളിച്ചിട്ടില്ലേ? മോന്താടെ ശൈത്യം മാറ്റി കളയും. ഈ മതയാനെ അതിന്റെ പാപ്പമാരെ അറസ്റ്റ് എന്തിനാ? എന്തിനാണെന്നോ? കൊലയാരിയെ കയറൂരി വിട്ടതിന്, പെരുവഴി കുളം തോണ്ടിയതിന്, സർക്കാർ വണ്ടി ശവവണ്ടിയാക്കിയതിന്, എന്നെ പോലെ അഡ്വക്കേറ്റിന്റെ ജീവൻ എടുത്തിട്ട് അമ്മാനമാടിയതിന്. മനസ്സിലായോ? എടോ, കാട്ടാനകളെ വാങ്ങിയാ പോരാ, നേരെ വളർത്താനും പഠിക്കണം. പട്ട കൊടുക്കുന്നവരൊരു പട്ട കുടിപ്പിച്ചാൽ അതിനെ വളർത്തേണ്ടത്. ആനയെ അറസ്റ്റ് ചെയ്യൂ. IPC 420 വകുപ്പ് പ്രകാരം ഈ സാമൂഹ്യത്തിലേക്ക് വെടിവെച്ച് കൊല്ലാൻ റൈറ്റ് ഉണ്ട്. അതിന് റൈറ്റ് അല്ല, റൈഫിളാണ് വേണ്ടത്, അറിയാം. ഈശ്വര, താൻ ഇതൊരു ജാമ്യം എടുക്കാൻ പോയില്ലേ? ഇത്തരം സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിൽ ഒരു വക്കീലിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മന്നാടിയാരെ. ഇവിടെ ഒരു അടിക്ക് സ്കോപ്പ് ഉണ്ട്. കസ്റ്റഡിയിലെടുത്ത് question ചെയ്യണം. ഇവരെയല്ല ആനയെ. ഞാൻ നോക്കണ്ട, കൊണ്ടുപോയ പോലെ തന്നെ എന്റെ ആനയെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. ആ കാന. ഈ ആളാ നടക്ക്. അങ്ങനെ അങ്ങ് പോയാലോ? നാട്ടുകാർക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ട് പോയാ മതി. അവന്റെ കുറുമ്പിന് ആർക്കാടാ നഷ്ടപരിഹാരം തരേണ്ടത്? തന്തയ്ക്ക് പിറന്നവന്മാരുണ്ടെങ്കിൽ കൈ നീട്ടടാ. ഞാൻ നഷ്ടം പരിഹരിച്ചു തരാടാ. ആർക്കാടാ നഷ്ടപരിഹാരം വേണ്ടത്? എനിക്ക് വേണം. ക്ഷമിച്ചിരിക്കുന്നു. വഴിപോക്കറാണെന്ന് കരുതിയ ഈ സ്ഥലം വെടക്ക് വണ്ടിയെടുക്കടാ. മണ്ണിനുണ്ടോ വടക്കും തെക്കും? നീ ഇവിടെ വടക്ക് നോക്കുന്നു, ബസ് പോകും. ഞാനുണ്ട്. ഞാൻ നിനക്ക് തന്ന ഓരോ അടിയും നിന്റെ മന്നാടിയാന്മാരുടെ കരണത്താ കൊണ്ടത്. അല്ലേ അമ്മാനെ, അടി മുഴുവൻ എന്റെ കരണത്താ കൊണ്ടത്. നീയായിരുന്നോ? തിന്നുന്ന ചോറിൽ മണ്ണിടരുത് മാമാ. നീ മണ്ണിനെന്നറിയാവുന്നതുകൊണ്ട് ഞാനിപ്പൊ ചോറ് ഉണ്ടാറില്ല. എന്താ കാര്യം? തെക്കും വടക്കും അറിയാത്ത ഒരു വക്കീലിനെ കൈ കിട്ടിയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കാതെ ഈ ആനയെ കസ്റ്റഡിയിൽ എടുത്ത് തീറ്റി പോറ്റാൻ മാമന്റെ ബുദ്ധിക്ക് എന്ത് സംഭവിച്ചിനി? അങ്ങോട്ട് കേസ് വാദിക്കാൻ അവനെ മതി. ശരിയാ, ഇന്ന് ആനയെ തളച്ചവൻ നാളെ ആർച്ചയെ തളക്കില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ ആർച്ചയെ പാരും തളയ്ക്കണ്ട, അതിന് ഞാനുണ്ട്. ഈ ആനയെ തളച്ച വക്കീൽ എവിടെ? മന്നാടിയാന്മാർക്ക് ശരിക്കും കൊണ്ടില്ലേ? അങ്ങനെ നാറിയില്ലേ മന്നാടിക്കാരോ? ഏതോ ഒരു വഴിപോക്കൻ വക്കീലിനോടും പോലീസിനോടും അങ്ങാടിയിൽ തോറ്റിട്ട് വന്ന് നിൽക്കുന്നു. നാണമാവില്ല എന്റെ ചേട്ടന്മാർക്ക്. പോ, വണ്ടി എടുക്കടാ. മന്നാടിയാന്മാരുടെ ശൗര്യം അവന് കാണിച്ചു കൊടുക്കാം. എന്നാ ഞാൻ കോടതി പോയി ഒരു കാൽദാസം മുൻകൂർ ജാമ്യം എടുത്തിട്ട് വരാം. നിക്ക്. വെട്ടി നുറുക്കാനല്ല അവനെ കാണാൻ പറഞ്ഞത്, അവൻ നമുക്കെതിരെ വാദിക്കാതിരിക്കാനോ? അതെ, ആ പോലീസുകാർ അയാൾ അവരുടെ വക്കീലായി നിയമിച്ചിരിക്കും. ഈ മന്നാടിപുരം കാണാത്ത കേൾക്കാത്ത ഒരു വക്കീലിനെ അവർക്ക് ആവശ്യം. അറിയാത്തവന് പേടിയില്ലല്ലോ. അവർ അവനെ ക്ഷണിച്ചുകൊണ്ട് വരുന്നതിന് മുൻപ് മന്നാടിയാന്മാർ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം. എന്തിന്? നമ്മുടെ കുടുംബ വക്കീലായി ഇവിടെ വാഴിക്കാൻ. അപ്പൊ ഞാനോ? മന്നാടിയാന്മാരുടെ തൊഴുത്തിൽ കുറെ ചാവാലി കാളകളുണ്ട്, അതിലൊരാളായി കൂട്ടിക്കൊള്ളാം. പോരെ? എന്താ കാളെ പോരെ? അയ്യോ, നീ കണ്ടതല്ലേ മാധവ, മന്നാടിപുരം ചന്തയിലെ മന്നാടിയാന്മാരുടെ മതവിളക്കം. അവർക്കെതിരെ വാദിക്കാൻ എന്നെ കിട്ടില്ല. എനിക്ക് 2 പാട്ടറിയാം. ഒന്ന് ഞാൻ മറന്നുപോയി, മറ്റേത് ഞാൻ കഴുത്താർത്താലും പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയായി നിന്റെ. സ്റ്റെപ്പ് കയറി വന്ന മഹാലക്ഷ്മിനെ തട്ടി കളയിലെ സേതുരാമ. ചിലപ്പോ ഈ കേസ് കൊല്ലല്ലോ മന്നാടിപുരത്തുനിന്ന് ഇങ്ങോട്ടുള്ളത്. സാധാരണ ഇതുപോലുള്ള കേസുകൾ ഇദ്ദേഹം അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ നിങ്ങളെ പോലുള്ള പോലീസുകാർ എന്ന് പറഞ്ഞുകൊണ്ട് തെളിയിക്കപ്പെടാത്ത കൊലക്കേസുകൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. അതെ. അതെ, ഇതും കൊലക്കേസാകേണ്ട കേസാ. ഇവൻ അവൾക്കൊരു പൂ കൊടുത്തു. ആർക്ക്? മന്നാടിയമ്മയുടെ പെങ്ങൾ ആർച്ചയ്ക്ക്. അവള് പൂ വാങ്ങി ഇവന് കൊടുത്തു. അവളുടെ ആങ്ങൾക്ക് ഞാനൊന്ന് കൊടുത്തു. അയാൾ വീണ്ടും എനിക്കൊന്ന് തന്നു. ഞാൻ അയാൾക്ക് വീണ്ടും ഒന്ന് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊന്ന് തന്നു. അതങ്ങനെ കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കുക. ഇവര് പാരമ്പര്യമായിട്ട് കൊടുപ്പുകാരാണേ. അതിനിടയ്ക്ക് എന്റെ ജോലിയും പോയി. ഇതൊന്ന് അവസാനിപ്പിക്കണ്ടേ? അല്ല, എങ്ങനെ അവസാനിപ്പിക്കാനാ? ഞങ്ങളുടെ ഒരു വക്കീലിനെയും മന്നാടിപുരത്ത് കാലുകുത്താൻ ആ മന്നാടി ഞങ്ങൾ തന്നെ സമ്മതിക്കാറില്ല അല്ലേ മാമ? അതെന്താ? വന്നവരൊന്നും ഞങ്ങൾക്ക് വിശ്വാസമായില്ല. തേടിയ വാല് കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഉശിരും വീറും വാശിയുള്ള ഒരു വക്കീലിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളെ കൈവടിയരുതേ. കേസ് ഞങ്ങൾ ഏറ്റെടുത്തു. ആർച്ചയുടെ വായിലെ നാക്ക് കരിനാക്കാടാ. അല്ലണ്ണ വന്നിട്ടില്ലേ? പെങ്ങള് പറഞ്ഞതുപോലെ പരമൻ വക്കീലിനെ വാങ്ങിപ്പോയില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? പോട്ടടാ പോട്ടെ, ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും. കരയുന്നു പുഴ ചിരിക്കുന്നു, കയുന്നു പുഴ ചിരിക്കുന്നു. ഈ പ്രാവശ്യം നോക്കിക്കോ, പുഴ പൊട്ടിച്ചിരിക്കും. മതിയടോ അഹങ്കരിച്ചത്. ഒരു മൂളിപ്പാട്ട് പാടി അഹങ്കാരം എന്ന് പറഞ്ഞ നാടാടത്. നല്ല കാറ്റല്ലേ? കാറ്റ് പോവാൻ നേരമാവുന്നേ ഉള്ളൂ. അതാണല്ലേ അക്കരെ പച്ച. അക്കരെ പച്ചൊന്നുമല്ല, അത് തെങ്ങും തലപ്പാ. നീ ഒന്നും മിണ്ടാതിരിക്കും. മനുഷ്യൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എന്താ
ചട്ടികൾ പറഞ്ഞു ചട്ടികൾ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അയ്യോ ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ. അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും. അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടിപുരത്ത് കാലുകുത്തില്ലടാ. നരേന്ദ്ര അടിച്ചൊതുക്കട ഇവന്മാരെ. ഈ കറുത്ത കോട്ടിട്ട പന്നി എവിടെ പോയി? അയ്യോ നീ എന്തിനടാ മുങ്ങണേ? പോയി അവന്മാരെ അടിക്കടാ. എടുക്കടാ. എങ്ങോട്ടെന്നെ കുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോണേ. ഞാൻ ചത്തിട്ടില്ല. കുഴിച്ചിടാനാ? മിണ്ടരുത് മിണ്ടരുതെന്നാ പറഞ്ഞത്. നാക്കി അപ്പിടുത്തെടുക്കും കൊണ്ടാരമേ. നീ പിടിച്ച് കെട്ടവനെ. ദൈവമേ, സ്വന്തമായിട്ടൊരു പടക്ക കമ്പനി ഉണ്ട് വിചാരിച്ച് ഇങ്ങനെയുണ്ടൊരു വൃത്തിയായിട്ടൊരു വെടിക്കെട്ട് ശിക്ഷ. അതെ, ഇതാണ് മന്നാടിയാന്മാരുടെ ആചാരം. മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിയിലെറിയട വീരേന്ദ്ര. ഞങ്ങളെ തീയിലെറിഞ്ഞ് ഞങ്ങൾ ഫ്രൈ ആവില്ലേ? ഞങ്ങളെ പുഴയിലെറിഞ്ഞാൽ മതി ചേട്ടന്മാരെ. ആരടാ നിന്റെ ചേട്ടൻ? നിനക്ക് ഞങ്ങളുടെ പെങ്ങളെ കോടതി കയറ്റി വിസ്തരിക്കണം. അല്ലടാ പരമനാറി. വരട്ടടാ. ആർച്ചയെ തൊട്ട് കളിച്ച ഒരുത്തരം വെറുതെ വിടില്ല. സ്ത്രീകളെ തൊട്ട് കളിക്കേണ്ട പ്രായം ഞങ്ങളുടെ കഴിഞ്ഞ ചേട്ടന്മാരെ. ഞങ്ങളെ രക്ഷിക്കൂ പ്ലീസ്. ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മന്നാടിയാരെ. ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ. സേതുരാമ, നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. മന്നാടിയാന്മാർക്കെതിരെ പോലീസുകാരോടൊപ്പം ഞാൻ നിൽക്കാൻ പ്രേരിപ്പിച്ചത് നീയല്ലടാ. സേതു തമാശ കളിക്കരുത്, പടക്കക്കളിയാണ്. കളി മുഴുവൻ കളിച്ച നീയല്ലടാ കാട്ടുകള്ള. ഇനി നിന്റെ ഒരു കളിക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല. മന്നാടിയാന്മാരെ കള്ളക്കേസിൽ കൊടുക്കാമെന്ന കരിങ്കാലിയല്ലടാ നീ. കരിങ്കാലി നിന്റെ മറ്റവൻ. പറയടാ ചൂലേ, മന്നാടിയാന്മാർ അറിയട്ടെ നിന്റെ തനിതം. പൊന്നു മനസ്സുള്ള തമ്പുരാക്കന്മാർ സുഖിച്ചു വാഴുന്നത് കണ്ടിട്ട് അസൂയ മൂത്ത കോപ്പറാണിവൻ. പോയി പറയടാ നിന്റെ പോലീസുകാരോട് ആർച്ചക്കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. ആർച്ചക്കുഞ്ഞിനെതിരെ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. മാധവാ, ഗുമസ്തരാണെന്നൊന്നും ഞാൻ നോക്കൂല. കത്തിച്ച് കളയടാ ഈ മുള്ളമ്പന്നിയെ. ഇപ്പൊ എന്താ പറഞ്ഞത്? കത്തിച്ചു കളയടാ മുള്ളം പന്നിയെന്ന്. അത് ഞാൻ. നീ എന്താ പറഞ്ഞ? ദൈവമാണ്. മാനവും മര്യാദയുമായി നാടുവഴി കഴിയുന്ന മന്നാടിയാമാരെ പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ചെകുത്താൻ. സേതുരാമൻ, ഞാൻ മിണ്ടരുത് നീ. ആർച്ചയെ അപമാനിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ചതിയൻ ചന്തുവാണിവൻ. കത്തിച്ച് ചാമ്പലാക്കൂ ഇവനെ. നിർത്ത്. നീയാണല്ലേ ഞങ്ങളുടെ പെങ്ങൾ അവമാനിക്കാൻ വന്നവൻ. തല്ലിക്കൊല്ലു ഞാൻ. ചേട്ടാ, ഞാൻ ഞാനൊന്ന് പറയ- കൊന്നാലും മന്നാടിയാരെ നിങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ ഞാൻ വാദിക്കും. എന്റെ അമ്മേ. ഈ ദ്രോഹി കാരണമാണ് തങ്കപ്പെട്ട മന്നാടിയാമാരെ കുറിച്ച് അരനിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ്, അല്ലാതെ കാക്കിയിട്ട് അസുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല. എന്നെ വിശ്വസിക്കും മന്നാടിയാർ. IPC 340 സത്യം. വ്യാജ വക്കീലല്ലേടോ താൻ? ഇതാരാണ് ഈ വെള്ളപ്രാണി? ഞാൻ ഈശ്വരൻ. ഈശ്വരൻ വക്കീൽ, മന്നാടിയന്മാരുടെ കുടുംബ വക്കീൽ. ഇതുപോലുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വക്കീലന്മാരെ വെച്ച് വാദിച്ച് അത്താഴം കഞ്ഞിയാക്കുന്നതിനേക്കാൾ ഭേദം എന്നെ പോലെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർക്ക് കേസുകൾ വിട്ടുതന്ന് വിജയശ്രീ ലാളിതരാകൂ മന്നാടിയന്മാരെ. I object. You shut up.
ആരോരുമില്ലാത്ത അനാഥനായ എന്നെ മന്നാടിയാന്മാരുടെ കുടുംബ വക്കീലായി നിയമിച്ചു എന്ന് പറയൂ. ഈ നാട് മുഴുവൻ കേൾക്കട്ടെ. പറയുന്നില്ല. എന്ത് കണ്ടിട്ട് അയാൾ ഓരിയിടുന്നത്? ആരോട് ചോദിച്ചിട്ട് അയാളെ കുടുംബ വക്കീലാക്കാൻ പോകുന്നത്? ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട. അനിയത്തിയുടെ നന്മ ഒന്ന് മാത്രം കണ്ടുകൊണ്ടാ ചേട്ടന്മാർ എന്നെ ഇവിടുത്തെ വക്കീലാക്കാൻ പോകുന്നത്. തന്നോട് ആർച്ച ചോദിച്ചില്ല. ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം. ഞാൻ പോകാം, പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട്. അത് മറക്കണ്ട. പുഷ്പ കേസ് വിചാരണക്കെടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ. എന്റെ കേസ് കെട്ടും എന്റെ മാനവും കൊണ്ടാവും പോയത്. വിടില്ല ഞാൻ അവനെ. വിടരുത്. നമ്മളെ അവൻ ചതിക്കായിരുന്നു അമ്മാവാ. എന്നെയും തന്നെയും അല്ല സാറിനെയും ചതിച്ച. ഡോണ്ട് വറി. അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ലടാ. 500-ന് 2 പിഴയ്ക്കുന്ന നോട്ടാ നിന്റെ കയ്യിൽ തന്നത്. അതങ്ങനെ മറക്കാൻ പറ്റില്ല. നീയേ ആ വക്കീലിന് ഇവിടെ കൊണ്ടുവരണം, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം. മനസ്സിലായോ? ഇതെന്ത് നേർച്ച? വക്കീലിനെ തീക്കനലിലൂടെ നടത്തിയേക്കാമെന്നോ? അതെ, കഴിവും ധൈര്യമുള്ള ഒരു വക്കീലിനെ കുടുംബ വക്കീലായി കിട്ടിയാൽ ആ വക്കീലിനെ കൊണ്ട് തീക്കാവടി ആടിക്കാമെന്ന് ഞാനാ നേർന്നത്. എന്തിനെ? വെറുതെ ഒന്നുമല്ല വീരേട്ട, ഒരു വക്കീലിനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒത്തു കിട്ടിയത്. അല്ല, ഒരു സംശയമുണ്ട്. വക്കീല് കനലാട്ടം നടത്തുവോ? അയാളെ നടത്തിയില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോടാ കോപിക്കുക. എന്റെ തല പൊട്ടിപ്പൊയ്ക്കോട്ടെ. ആർക്കാ ഇവിടെ ചെയ്തം? അർച്ചേ മോളെ, കരയല്ലേ. അവനെ കൊണ്ട് കനലാട്ടമല്ല പാതാളക്കാവടി ആടിക്കുന്ന കാര്യം ഈ വീരേട്ടനേറ്റു. അത് മതി. ഹര ഹരോ ഹര ഹര. എടാ വക്കീലേ, നിന്നെ ഞാനിവിടെ കുടുംബ വക്കീലായി വാഴിക്കാം. ചടങ്ങ് കഴിയട്ടെ. മന്നാടിപുരത്തെ മന്നാടിയാന്മാരുടെ കേസ് കെട്ടുപുരയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരൂ വക്കീലെ. ഇടതുകാൽ വെച്ചാലും കേസ് കെട്ട് പുരയിലേക്ക് കേറാം. തനിക്ക് എന്താടോ ഒരു ഞെരക്കം? നേര് നിരങ്ങിയേ വരൂ, കള്ളം പറന്നു വരൂ. കേസ് കെട്ട് കാണിച്ചു കൊടുക്കടോ. ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ. എത്ര എണ്ണം ഉണ്ടോ? കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തിക്കുത്തടക്കം 19. ഒരുത്തനെയും കൂടെ പോയി കുത്തിയിട്ട് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ആയിരുന്നു. 20. ഇത് മുഴുവൻ പഞ്ചാരയാ. അയ്യോ, എന്നാ ഉറുമ്പരിക്കാൻ നോക്കണം. അതല്ല, ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരടിച്ചവന്മാരെ തല്ലിയതിന്റെ കേസാ. അവളെ തൊട്ടാൽ തൊട്ടവരെ തട്ടും. താനോ? ഞാനല്ല, അവിടുന്ന്. ഇതൊക്കെ എന്താണെന്നറിയാമോ? മോചന കേസുകൾ. അപ്പൊ മോഷണമുണ്ടോ? മോഷണമല്ല, മോചന കേസ്, വിവാഹ മോചന കേസുകൾ. ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു. മതി. ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത്. അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല, നാട്ടിലുമില്ല. മനസ്സിലായോടോ വക്കീലെ? ആ സൂക്ഷിച്ചു കണ്ടു ഇരുന്നോ. എന്നോടോ? അവിടെ പറഞ്ഞു. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹരോ ഹര ഹര. ഹര ഹര. പോക്കത്തിൽ മാത്രം കാണിക്കരുത്. വക്കീലിന് ഒരുങ്ങിയില്ലേ? വാ. എങ്ങോട്ട്? എങ്ങോട്ടാണെന്നോ? കനലാട്ടത്തിന്. കനലാട്ടോ? ആ, ഞങ്ങളുടെ ആർച്ചയുടെ നേർച്ചയാണ്. മന്നാടിയാന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയേക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. പള്ളി വെച്ചല്ല, അമ്പലത്തിൽ വെച്ച്. തീ എന്ന് കേട്ടപ്പോഴേ വാ പൊള്ളിയോ. പോയി തീക്കനൽ മെതിച്ചിട്ട് വാ. കനലാട്ടത്തിന് സമയമായി. മന്നാടിയാ, വേഗം വാ. വേഗം വേഗം. അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി. കനലിൽ നടന്ന് വെന്തുരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി. പാടുകട്. ഹര ഹരോ ഹര ഹര. ഇവരിതാ കരിഞ്ഞ. എന്താ? ഹര ഹരോ ഹര ഹര. ഇത് കഴിഞ്ഞിട്ട് വിടാം. എന്റെ കാലുരുകുന്നേ. എടീ, ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഞാൻ ചെങ്കോട്ട വീട്ടിൽ സേതുരാമനല്ലടി. ആണെന്ന് ആര് പറഞ്ഞടാ? ഇപ്പൊ നിന്റെ ഉള്ളംകാല് വെന്തു. ഇനി നിന്റെ ഉച്ചന്തല വരെ ഉപ്പിട്ട് വേവിക്കാനുള്ള നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈ ഈശ്വരൻ. എന്റെ ഈശ്വര, എനിക്ക് ശക്തി പകരൂ. എന്നെയാണോ? നീയാണോ? നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയാ മുട്ടയടിക്കൂടാ. ഓ, താൻ ഇവിടുത്തെ ക്ഷവരക്കാരനും കൂടാ? അതേടാ.
നിന്നെ ക്ഷവരം ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ. നിന്റെ നാക്ക് വലിച്ചു നീട്ടി അതിൽ ശൂലം കുത്തി നിന്റെ മുതുകത്ത് ഹൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിന്ന് ഞാൻ പൊക്കൂടാ. അയ്യോ കരയണ്ട കരയണ്ട. അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ നേർപ്പിക്കൂടാ. തെണ്ടി ഡബിൾ ഒരുപാട് വെന്തോ ഇപ്പൊ വെന്തോ മോങ്ങാതെ കിടക്കണം. ഈശ്വരനോടാണ് അവന്റെ കളി. ഓടാ നരകപ്പിശാചേ. അതേടാ നിനക്കിപ്പോ ഞാൻ നരകപ്പിശാചായല്ലേ? നീ ഇവിടെ? അതെ, ഞാൻ അവിടെ ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇവിടെയാ. മണിമാളികയിലെ ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ? അപ്പാപ്പ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്നവിടെ മാധവ, ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. നീനൊന്നും പറയണ്ട കേട്ടാ. എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. എന്റെ ഓർമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല മാധവ. ഇത് കണ്ട, നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത്. നിന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകൂ. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നുള്ള എന്റെ ജാതകത്തിൽ തന്നെ ഉണ്ടല്ലോ. നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല. നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട്, എന്റേത് മാത്രമായ രഹസ്യം. പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം. എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട്. അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കൊന്നും മനസ്സിലാവില്ല. നോണ, ഇത് നോണ. നുണയല്ല. ഇന്ന് രാത്രി എനിക്ക് അവളുടെ മുറിയിൽ കയറി ചെല്ലണം. അങ്ങനെയാണെങ്കിൽ കേറി ചെല്ലാൻ ഞാനും സഹായിക്കാം. നീ നിന്നാ ശരിയാവത്തില്ല, നീ പൊയ്ക്കോ. ആഹാ, ഞാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് പോയില്ലേ പോലീസുകാരന്റെ ജീവൻ എടുക്കും. നീ വാ. നീ കയ്യിൽ നിന്ന് വിട്. വിടുന്ന പ്രശ്നമില്ല. വിടാനാ പറഞ്ഞത്. നീ ഓടാ. മന്നാടിയാമ്മാരെ, ആ പോലീസിന്റെ ചാരൻ ആര്? നീ. കള്ളൻ, ഓടിവായോ. അതുവഴി 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 ഇങ്ങോട്ടല്ല, അതുവഴി പോവാൻ. അവിടെ പോയി നോക്കണോ? അവനെന്റെ കൈ കിട്ടിയാണല്ല. എന്താണ് കാണിച്ചത്? 500 വർഷം പഴക്കമുള്ള മുത്തച്ഛന്റെ ഉപ്പവാക പറഞ്ഞ തല്ലിപ്പൊളിക്കോ? അയ്യോ, ഞാൻ വിചാരിച്ചു പുതിയ ഭരണിയാണെന്ന്. പുതിയതാണെങ്കിൽ താൻ തല്ലിപ്പൊളിക്കോ? വക്കീലെ തന്നെ ഞാൻ ഇന്ന് നശിപ്പിക്കാൻ. ഓ, ഈ തീറ്റ ഗുണ്ടിന് ഉറക്കമില്ലേ? അയാളം ഫ്ലവർ വേസ് ഇല്ലാത്ത ഭരണി. ഞങ്ങളുടെ മുത്തശ്ശൻ അമ്പഴങ്ങ ഉപ്പിലിടുന്ന 1000 കൊല്ലം പഴക്കമുള്ള ഭരണിയായിരുന്നു. ഞാൻ വിചാരിച്ച 500 കൊല്ലം പഴക്കമേ ഉള്ളത് ഈ ഭരണി. സേതുരാമ, നിനക്ക് ഞാൻ തരേണ്ടത് അവിടെ നിന്ന് കിട്ടണം. നീ ഇതുവഴിയല്ലേ പോയത്, ഇതുവഴി തന്നെ നിനക്ക് തിരിച്ചു വരണം. വരൂ, വാടാ. നിനക്ക് ചാക്കില് പോവാനടാ യോഗം. വരൂ. അവിടെ നിക്കടാ മോനെ. ഞാൻ ഈ ചാക്കിട്ട് പിടുത്തം ഇന്നെന്തെങ്കിലും തുടങ്ങിയതല്ലടാ. അങ്ങനെയായാലും പറ്റും. അങ്ങോട്ട് പോങ്ങോട്ട്. കൊണ്ടുവാ. മാധവൻ ഒരു സാധനം കൊണ്ടുവരെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്നിരിക്കും. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എടാ സേതുരാമൻ വക്കീലെ, നിന്റെ വക്കാലത്തൊക്കെ ഞങ്ങൾ പാള കീറുന്ന പോലെ കീറൂടാ. പിടിച്ചുരുട്ടടാ. ഇവന്റെ എല്ലുപൊടി എങ്കിലും എനിക്ക് തരണം. ഭാരതപ്പുഴയിൽ ഒഴുക്കാനാ. ആ ചാക്ക് മാറ്റേ, എന്നിട്ട് വിലങ്ങ് വെച്ച് അകത്ത് തള്ളു. ബാക്കി അവിടെ ചെന്നിട്ടാകാം. ഇവനെന്താ ഒളിച്ചു കളിക്കേ? അയ്യോ, ഈശ്വരൻ അങ്ങനെ ചാക്കിനകത്ത് വന്നു. എങ്ങനെ വന്നു?
ഈശ്വരൻ ചാക്കി മാത്രമല്ല ചുക്കിലും ചുണ്ണാമ്പിലും വരും. പിടിക്കണവനെ. വിളിക്ക്. വലിയ ആങ്ങളെയും നടുവാങ്ങളെയും ചെറിയ ആങ്ങളെയും എല്ലാരും വിളിക്ക്. എന്റെ മുറിയിൽ കയറി. വെറുതെ കയറിയതല്ല. നീ മന്നാടിയാന്മാരുടെ പുന്നാരപ്പെങ്ങൾ ആർച്ച എന്നെ വിളിച്ചു കയറ്റി. അല്ലെന്ന് പറയാൻ നിന്റെ കയ്യിൽ തെളിവുകളുണ്ടോ? കാണാൻ കൊള്ളാവുന്ന ഒരു ആണിനെ കണ്ടപ്പോ പെണ്ണിന് ഇളകി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ആങ്ങള പട്ടാളത്തിന്. ആങ്ങളമാരറിയട്ടെ പെങ്ങളുടെ തനിനിറം. അപ്പൊ താൻ എന്നോട് കളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. കൊണ്ടുപോകാൻ വന്നവൻ കൊണ്ടേ പോകൂ. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. ആണുങ്ങളെ അടിമുടി ഉറഞ്ഞു തുള്ളിപ്പിക്കുന്നത് നിനക്കൊരു രസമാണ് അല്ലേടി മന്നാടിപുരത്തെ യക്ഷി. നിന്നെ തളയ്ക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. കഴിഞ്ഞു തന്റെ വാദം. ഇല്ലടി, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സേതുരാമൻ സൂക്ഷിക്കണം. തുടക്കം പിഴയ്ക്കരുത്. ചെങ്കോട്ട സേതു ജയിച്ചു എന്ന് അഹങ്കരിക്കണ്ട. ആളെക്കൂട്ടി തന്നെ ഈ മുറിയിൽ നിന്ന് തല്ലിയിറക്കാൻ ആർച്ചയ്ക്ക് കൈവിരലൊന്ന് ഞൊടിച്ചാ മതി. പിന്നെ എന്താ ഞൊടിക്കാത്തത്? ആ ശിക്ഷ പോരാ തനിക്ക്. ആർച്ചയുടെ മുറിയിൽ കയറിയവൻ അനുഭവിച്ചിട്ട് പോയാ മതി. അയ്യോ കുഞ്ഞെ, എന്താ ഇത്? അയ്യേ, ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം സംഭവിച്ചു പോയി. എന്റെ മാത്രം കുറ്റമല്ല. ഒരു പെണ്ണാണെന്ന് ആർച്ചയെ ഓർക്കണ്ടായിരുന്നു. ഞാൻ ആനയാ? എടാ, പല നാൾ കഷ്ടവൻ ഒരു നാൾ പെടും. ഈ പരമന്റെ കയ്യിൽ പെടും. ശരിക്കും സോപ്പ് പറിക്കണ. ഇതീ കൂടുതൽ എന്ത് പറയാൻ? നമ്മുടെ ജീവിതം തന്നെ പറഞ്ഞില്ലേ, കാശ് വാങ്ങാൻ വക്കീലും തല്ലു വെള്ളം കൊടുത്ത്. ഇങ്ങനെ കുളിച്ചും കുളിപ്പിച്ചും ഇരുന്നു നമ്മുടെ പോലീസ് സ്റ്റേഷൻ. ആ മന്നാടി അമർ കുളം കുത്തി അവിടെ കോലം നാട്ടി. ഒന്ന് തെളിയിച്ച് പറയണ. മന്നാടിയമ്മയുടെ അച്ഛൻ വാടകയ്ക്കെന്ന കെട്ടിടത്തിലല്ലേ നമ്മുടെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത്? അതെ. വാടക കുടിശ്ശികയ്ക്ക് വേണ്ടി മന്നാടിയമാർ പോലീസ് സ്റ്റേഷൻ ജപ്തി ചെയ്തു. എല്ലാം ആ സേതു വക്കീലിന്റെ പണിയാ. എന്നെ പെരുവഴിയിൽ ഇറക്കിയതും പോരാഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനും അവൻ പെരുവഴിയിലാക്കിയല്ലോ മാമാ. നടക്കണ സ്റ്റേഷനിലേക്ക്. കെട്ടി വലിച്ചുകൊണ്ട് പോടാ സ്റ്റേഷനും ലോക്കപ്പും ഒക്കെ. മന്നാടിയാരെ, താൻ കളിച്ച് കളിച്ച് അച്ഛന്റെ നെഞ്ചത്ത് ചവിട്ടുന്നോടാ. അതേടാ, അച്ഛന്റെ നെഞ്ചത്ത് തന്നെയാടാ ഞാൻ ചവിട്ടിയിരിക്കുന്നത്. എന്റെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ ഭൂമിയിലാ ഈ പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നെന്ന് താൻ മറന്നുപോയോ? താൻ എന്റെ ആനയെ കസ്റ്റഡിയിലെടുത്തു അല്ലേ? വാടക കുടിശ്ശിക്ക് തന്റെ സ്റ്റേഷൻ ഞാൻ ജപ്തി ചെയ്യാൻ പോവാ. പറഞ്ഞു കൊടുക്ക് വക്കീലേ. IPC. ഈശ്വരൻ വിയർക്കണ്ട. മിസ്റ്റർ ഇൻസ്പെക്ടർ, ഓർഡർ 38 റൂൾ 5 പ്രകാരം നിന്നെ ഞാൻ കോർട്ട് ഓർഡർ 9 2 11 വർഷം ഞാൻ തറവാട്ടിലായിരിക്കും കോർട്ട് ലക്ഷ്യത്തിന്. നമ്മുടെ തറവാട്ടില് ജയിലിൽ. നീയല്ല, സേതുരാമൻ BSc LLB, മന്നാടിപുരത്ത് മന്നാടിയാന്മാരുടെ കുടുംബ വക്കീൽ. ആമീൻ സർ. ജപ്തി. ചെമ്പട്ടുപന്തലിലൂടെ ചങ്കുറച്ചു ചാടി വീണ പുത്തരിയങ്കത്തട്ടിൽ വെള്ളിപ്പരികയൊരുക്കി പള്ളിവാളൂരി ചുഴത്തി 12 പയറ്റി തെളിച്ച വരി വരി എത്തുന്നേ.
കൊരങ്ങിനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മന്നാടിപുരം മന്നാടിയമ്മാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്കേ, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ? പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ. അവനെ ഞാൻ ആര്? മന്നാടിയമ്മാരും പിന്നെ 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 ആർച്ചയുടെ ആളും. ഈർച്ചവാള ആർച്ചയുടെ ആള് സേതുരാമൻ. എടി ഓടിക്കേറി വന്നവന് ഓണസത്തെ വിളവെന്നോടി. മണ്ണുഞ്ഞാരി എന്നോ പെണ്ണിനെ കൊണ്ടുപോയി. താനൊന്നും അറിഞ്ഞില്ലടാ കാല. അയ്യോ അയ്യോ ഞാനിപ്പോ പോവും. അല്ല ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഈശ്വരൻ വക്കീൽ, ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടപ്പ വെട്ടട്ടെ. സേതു ഇവനെ കേസ് കെട്ടുപുറയുടെ 7 അയൽവക്കത്ത് അടുപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഈ വക്കീൽ പറയുകയാണ് ചുമ്മാ അതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. എടാ, അയ്യോ, നെഞ്ചുവേദന. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന വേദന മാറി. ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ് ആ മൂവാണ്ടമ്മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്ക്. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വലിയ തട്ടിപ്പോയി. ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ? വരൂ. കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് ഒതേരൻ വാതിൽ തള്ളി തുറന്നു. ആ. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. ടീ, ടീ, നിർത്താൻ. ടീ, ടീ. നിർത്താൻ. നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോടോ പറഞ്ഞത്. പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിക്കാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ തീരാനടാ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലെ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കിലും ചെയ്തവരെ. ഇന്നലെ ഗജേന്ദ്രമന്ന് വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല. 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 ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നുണ്ടോ? മന്നാടിയാമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വതനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഉണ്ട്. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ എന്ത് പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്. എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല. ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്. വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല. വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലൻ വരുമെന്നോ? കാലം വരുമെന്നല്ല, പിന്നെ? കാലതാമസം. അയ്യോ. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ? ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ, എടോ വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ മുറി കാണിച്ചു കൊടുക്കണം. കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ. വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളൊക്കെ അറിയിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? ആർച്ചക്കുഞ്ഞേ,
അവള് ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ പതിനാളി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒരു ഒറ്റ പാര മതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടി വെക്കൂടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. അയ്യോ, കരിക്കും. അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം മനസ്സിലാ. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ? ഓടിയിരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കണം. ഓട് 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 ഓട്. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. ഓട് ഓട് ഓട്. കണ്ടില്ലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട. മനസ്സിലായില്ലേ? പിന്നെ നിൽക്കുകയാണ്. അയ്യോ ഡോക്ടറെ, ഓടി വരണേ. കുറെ നേരമായി കരച്ചിൽ തുടങ്ങിയിട്ട്. നീ ഒന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പേടിയാ. ജനിച്ചിട്ട് ഇതുവരെ പെണ്ണുങ്ങളെ കാണാത്ത പോലെ അവന്മാര് നോക്കുന്നത്. നോട്ടം മാത്രമേ ഉള്ളൂ, വെറും പൊങ്കന്മാരാ. അയ്യോ ഓടി വരണേ. ദേ പിന്നെ എങ്ങനെ നലർന്നു. നീ ഒന്ന് പോകുന്നുണ്ടോ? മുഴുവനായിട്ട് ഒരു മരുന്നിന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയത്തില്ല. ഇത് എന്ത് ഭാവിച്ചാ? അഭിനയിച്ചു തുടങ്ങി, ഇനി പൂർത്തിയാക്കിയ മതിയാവും. ഒന്ന് വേഗം വാ. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്. ഇങ്ങോട്ട് വാടോ. അയ്യോ, കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണോ? ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മണ്ണാടിക്ക് മാറിനാണ് വേദന. കരത്തിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? പോടോ. പൊക്കോ പൊക്കോ, താൻ പൊക്കോ. പോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോവാം പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. അയ്യോ ഡോക്ടറെ, തലവേദന എടുക്കുന്നേ. അയ്യോ തലവേദന എടുക്കുന്നേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറൊക്കെ ഒന്നാണോ? ഓ, ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കും സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് പിന്നെ കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയി അപ്പന് കൊടുക്കും. പോ. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ എന്നെ പരിശോധിച്ചു കഴിഞ്ഞു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അയ്യോ, എനിക്ക് വയ്യേ. എന്താ? പോണോ? പോയി. എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. പുറത്തേക്ക് എന്താ വേദന? എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ, എന്താ പട്ടി മൂങ്ങുന്നത്? അതോ അത് പട്ടി മൂങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖോ. എന്റെ മന്നാടി ഭഗവതി, മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ, ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? തേ വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ ഇവിടെ തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ഇത് പിടിച്ചോ. ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. പോടാ. എന്താ എന്ത് ഇവിടെ വാ എനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാ മതി. അങ്ങനെ ഒരു ഗുളി കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ. അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ,
രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ. വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം? ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? എന്റെ സമ്മതമില്ലാതെ എനിക്ക് എന്റെ വീട്ടിൽ പടയൊരുക്കം നടത്തുന്നു. ആർച്ചയൊന്ന് ആഞ്ഞടിച്ചാൽ 1 നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് അവൻ അറിയില്ല. അടിമാടന്മാരെ 3 ചേട്ടന്മാരില്ലേ, അവരടിക്കും. അവർക്ക് പറ്റില്ലാന്ന് വെച്ചാൽ ഞാൻ അടിക്കും. താനോ? തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ശക്തി കൊണ്ടല്ല ഈ ഈശ്വരൻ അവനെ ഒതുക്കാൻ പോകുന്നത്. ആ ഈശ്വരൻ തന്നെ ബുദ്ധി കൊണ്ടാണ്, മനസ്സിലായോ? ശരിയാ, അത് തനിക്ക് ഇഷ്ടം പോലെയുണ്ട്. മന്ദബുദ്ധി. പപ്പടം എടുക്കലേ, പപ്പടം പിന്നെ ഒരു പപ്പടം ഒക്കെ എടുക്കാം. അയ്യോ പൊട്ടി. ആർക്കാ ഇത്? ആർത്തയ്ക്ക്. ആനയ്ക്കോ? ആർത്തക്കുഞ്ഞിന്. കൊള്ളാം. നീ ആ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ പോവാണോ? ആ. ഫാറ്റും ഷുഗറും കൂടി ആർച്ച കിടപ്പിലായാലേ മന്നാടിയാമാർ ഡോക്ടർ അടുത്താ കാരണം ചോദിക്കുന്നത്. ഓ. ഫാമിലി ഡോക്ടർ ഉള്ളപ്പം ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഫാമിലി ഡോക്ടർക്ക് അതിന് ക്ഷീണം അല്ലേ ഡോക്ടറെ? പിന്നെ ആ എന്ത് വന്നാലും അത് ആർത്ത സഹിച്ചോളാം. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ആ തലയുടെ കാര്യം പറഞ്ഞപ്പോഴാ വേറൊരു കാര്യം ഓർമ്മ വന്നു. ആർച്ച വലിയ തലവേദനക്കാരിയാ. ഓ. ഡോക്ടർ ആ പാവയ്ക്ക ജ്യൂസ് ഇട്ട് കൊടുത്തേ. ഈ പാവയ്ക്ക ജ്യൂസ് കൊടുത്താൽ തലവേദന പമ്പ നടക്കും. ആണോ? അയ്യോ, ഡോക്ടറെ എന്തായാലും തന്നില്ല, ഞാൻ കൊടുക്കാം. വാ, വാ, വാ. എന്താ ഇവിടെ ബഹളം? അല്ല ആർച്ചയ്ക്ക് ഷുഗറിനുള്ള മരുന്ന് കൊടുക്കുക, കുടിക്കുന്നില്ല. പഞ്ചാര കൂടുന്നത് പെണ്ണുങ്ങൾക്ക് നല്ലതല്ല. പറഞ്ഞത് അനുസരിക്ക് പെങ്ങളെ. പഞ്ചാര കുടിയാ കൂമ്പ് വാടിപ്പോവും. ഇടൂ. ഇങ്ങനെ കുടിക്കേ. കുടിക്ക് വേണ്ട ഏട്ടാ. കുടിക്കേ. ഒറ്റ വലിക്ക് കുടിക്ക്. നിന്റെ മൂത്ത ചേട്ടനാ പറയണേ കുടിക്കേ. ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. സേതു, എന്തോ? ഇവരുടെ ഭക്ഷണ കാര്യത്തിൽ നിന്റെയും ഒരു കണ്ണ് വേണം. ഒരു കണ്ണ എന്റെ 2 കണ്ണും ആർച്ചയുടെ പുറത്തല്ലേ. മന്നാടിയാർ പോയി വിശ്രമിച്ചാട്ടെ. ഞാനിപ്പോ വിശ്രമിച്ചുള്ളൂ. എന്നാലും കുറച്ചുകൂടി വിശ്രമിച്ചാട്ടെ. ഇവിടുത്തെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ഏറ്റല്ലോ? ഏറ്റു. ആർച്ചേ ദാ തന്നെ. പോലെ ആളുണ്ട്. വള്ളക്കരയ്ക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ പഞ്ചിയുടെ ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്കാ? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്റെ അയ്യോടാ. ആ വഞ്ചി വിടെ, വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. വള്ളി കാണിച്ചുട്ടി എതിലേ പോയാലും പറ്റില്ലല്ലോ. ഇവിടെ പോയി എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്. 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. ഒളിഞ്ഞു നോക്കുന്നു. അടുക്കള പുറത്ത്. ഞാൻ ഒരു കാര്യം പറയാം. ഒന്നും പറയണ്ട. നിന്റെ മോന്തെ ശരിയാക്കി തരാം. കേറട്ട് കേറട്ട്. ഈ വശത്തെ ചെവി പഞ്ചറായി. ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്തവരുള്ള അയാളെ വരും ആണ്ട് എല്ലാത്തിനും ഇളകി പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ തൊണ്ടി സഹിതം കയ്യോടെ പിടിച്ച് നന്നായി വക്കീലേ. ഇനിയെങ്കിലും ഇവനെ ഇവിടെ ഇവിടുന്ന് അടിച്ചിറക്കി പുണ്യം തളിച്ചാലേ ഇവിടെ അവളെ തൊട്ടാൽ നിനക്ക് പൊള്ളകരമതം. കൊന്നുകളയാൻ. നിങ്ങളെ പെങ്ങളെ തൊട്ടപ്പോ നിനക്കൊക്കെ എവിടെയൊക്കെ പൊള്ളിയോ അവിടെയൊക്കെ തന്നെയാണ് എനിക്കും പൊള്ളി.
സാർ മാത്രമല്ല പൊന്നാങ്ങളമാർ ആങ്ങളമാരുണ്ടെന്ന് അറിഞ്ഞോ? തലയുടെ വെട്ടിവെച്ചിട്ട് പോകുന്നു അതോ ഞാൻ പറ്റണോ? ആർച്ചെ പറ്റിച്ചാൽ ഞങ്ങൾ സഹിക്കത്തില്ലടാ. ചതിച്ചു വരെ ചതയ്ക്കാതെ വിട്ടാൽ മന്നാടിയാർമാർക്ക് ഉറക്കം വരില്ലടാ. MBBS ഡോക്ടറാണെന്ന് പറഞ്ഞ് നീ ഇവളെ കൊണ്ട് മന്നാടിയാർമാരുടെ മേളിൽ ചെളിവരി പൊത്തി അല്ലടാ ചട്ടെ പൊത്തി. വണ്ണം കുറയ്ക്കാൻ വീരേന്ദ്ര മന്നാടിയാരെ നീ വട്ട ഓടിച്ചില്ലടാ വഞ്ചക. ഓടിച്ചു. ഞങ്ങളുടെ പാവ ആർച്ചയെ കൊണ്ട് നീ പാവയ്ക്കാതെ കുടിപ്പിച്ചില്ലടാ പാവി. കുടിപ്പിച്ചു. ആർച്ചയെ കൊണ്ട് ഇനിയും പാവയ്ക്കാൻ ഞാൻ കുടിപ്പിക്കും. കുടിപ്പിക്കോ? വീരേന്ദ്ര മന്നാടിയാരെ കൊണ്ട് ഇനിയും ഞാൻ ഓടിപ്പിക്കും. നീ ഓടിപ്പിക്കോ? ചെളിയില്ല, ചാണകം വരെ തേപ്പിക്കും. നീ ചാണകം തേപ്പിക്കോ? കുറ്റസമ്മതം നടത്തി തടുത്തപ്പാമെന്ന് നീ കരുതണ്ട. ഒരിക്കലും അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മന്നാടിയന്മാരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. അടിച്ച് ചള്ള പൊട്ടിക്കടാ. ആരെ? ഈ പന്നി അയ്യോ അയ്യോ ആങ്ങളെയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയില്ലെങ്കിൽ പൊട്ടിച്ചു കളയടാ ഇവന്റെ ഈ കണ്ണ്. അയ്യോ കണ്ണു പൊട്ടിച്ചാ ഞാൻ എങ്ങനെ ഉറങ്ങും മന്നാടിയാരെ? നിർത്തടാ. പെങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ആങ്ങളമാരെ ഞങ്ങൾ മന്നാടിയാന്മാർക്ക് പെരുത്തിഷ്ട. ആങ്ങളെയും പെങ്ങളെയും ഞങ്ങൾക്ക് ബോധിച്ചു, നന്നായി ബോധിച്ചു. എല്ലാരും എന്നോട് ക്ഷമിക്കണം. ഞാൻ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തു. ഒരു ആക്സിഡന്റിൽപ്പെട്ട് മനസ്സിന്റെ സമനില തെറ്റിപ്പോ മഞ്ജുവിനെ വിശ്വസിച്ചേൽപ്പിക്കാൻ ഈ ഭൂമിയിൽ എനിക്ക് മറ്റാരുമില്ല. മന്നാടിയാർ ഞങ്ങളെ ഇറക്കി വിടരുത്. വേണ്ട, ആങ്ങളെയും പെങ്ങളും ഇനി ഒരിടത്തും പോണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. അപ്പൊ ഈ ഫോട്ടോ ഫോട്ടോ കൊണ്ടുപോയി വക്കീലിനെ മുറി ഫ്രെയിം ചെയ്ത് വെക്കടാ. നിന്റെ അയ്യേ എല്ലാരും പോ. ഈശ്വര സാർ, ഈശ്വരനിപ്പോ എന്റെ കൂടെ. ഈ സേതു വിചാരിച്ചാൽ ബ്രഹ്മന് പോലും തടുക്കാനൊക്കില്ല. പിന്നെയാണോ നീ ഫോട്ടോ ഫ്രെയിം ചെയ്ത് റൂമിൽ തൂക്കണം? തല്ലാൻ പോയവര് തലോടി വന്ന എന്തിനാണെന്ന് ആർച്ചു വെച്ചാൽ ഉത്തരം പറയും. അതൊരു കളിയാടാ. നീ ഇനി കണ്ടോ പൂരം? ഓ പൂരം. എന്താ തൃശ്ശൂർ പൂരം അല്ലേ? ഓ, അല്ലേ? പല പ്രാവശ്യം ചോദിച്ചിട്ടും താൻ ഒന്നും പറഞ്ഞില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ ഉടനെ സ്വന്തമാക്കുന്ന സ്വഭാവമാണ് എന്റേത്. തന്നെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഈ ജീപ്പിൽ കയറിയിരിക്കാം. ജീവിതത്തിലെന്നും ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. എന്താ? എന്ത് പറ്റി? എന്താ പറ. ജീപ്പ്, അതേ ജീപ്പ്. മർമണി, ആ ജീപ്പിൽ പോയത് ആരാ? ഇവിടുത്തെ ഇളയ കുഞ്ഞ രാജേന്ദ്ര മന്നാടിയ ബാംഗ്ലൂർ കച്ചവട. രാജേന്ദ്ര മന്നാടിയാർ അല്ലേ? അതെ. എന്താ? എന്നെ അറിയോ? നീ തട്ടിക്കളിച്ച് ജീവിതം തകർത്ത മഞ്ജുവിനെ ഓർമ്മയുണ്ടോ? മഞ്ജുന്റെ ചേട്ടൻ. എന്താ ഇപ്പൊ നിനക്ക് ഓർമ്മയുണ്ടല്ലേടാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞു. എന്നെ വിടും. ഞാനാണ് പറഞ്ഞത്. IPC വക്കീലാണ് പറയുന്നത്. അയ്യോ അയ്യോ എന്താ 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 അടി അടി. അയ്യോ എന്തൊരു കഷ്ടമായത്. എന്നെ അടിക്കാനല്ല, ആ രാജേന്ദ്ര മന്നാടിയാരെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ആരടാ ഞങ്ങളുടെ അനിയനെ തൊട്ടത്? തൊടുകയല്ല, തൊഴിച്ചോണ്ടിരിക്കുകയാണ് ആ വക്കീല്. എടാ, എവിടെയാ അവൻ? ഞങ്ങളുടെ അനിയനെ തൊട്ടവൻ എവിടെയാണ്? വക്കീലേ, എവിടെ അവൻ? ഇവിടെ വെച്ചായിരുന്നല്ലോ അത്. മന്നാടി ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. ഈ നോന്മാര് തല്ലി ചത്തോളും. പ്രേത വിചാരണയ്ക്ക് പോയാ മതി. പറയടാ, ആ സേതുരാമൻ എവിടെ? ഞാൻ പറയാം. ആണുങ്ങളായിട്ട് മീശയും വെച്ച് നടക്കുന്നു. ഞങ്ങളുടെയൊക്കെ പേരെടുത്ത തള്ളയാണെന്ന് കരുതിയാ വെതച്ചാളെ ഞാൻ. വീരേന്ദ്ര വേണ്ട, ജീപ്പ് എടുക്കടാ. നിന്നെ അടിച്ചു മരിക്കാനാണ് മന്നാടിപുരത്തേക്ക് വന്നത്.
അവനെ തിരയുകയായിരുന്നു ഇത്രയും കാലം. രാജേന്ദ്രന്റെ ചേട്ടന്മാരറിഞ്ഞാൽ അറിയട്ടടി, അല്ലെ അറിയിപ്പിക്കും. കൈക്കരുത്ത് മന്നാടിയാന്മാർക്ക് മാത്രം സ്വന്തമല്ല, രണ്ടിലൊന്നിന്നറിയും. അങ്ങോട്ട് അടി കൊടുത്ത പാരമ്പര്യമേ ഉള്ളൂ മന്നാടിയന്മാർക്ക്. ആദ്യമായിട്ട് ഇളയാങ്ങൾ ആ പതിവ് തെറ്റിച്ചു. കേട്ടെ, അവൻ എന്നെ കൊന്നാലും എനിക്ക് പരാതിയൊന്നുമില്ലടി. ആർച്ചയ്ക്ക് ഇങ്ങനെ ഒരു ആങ്ങള ഉണ്ടായിപ്പോയല്ലോ. മന്നാടിയാമ്മയുടെ മാനം കപ്പല് കയറ്റി അയച്ച ഇവൻ ഈ കരയിൽ ഇനി ജീവിക്കണ്ടോ? പൊന്നണിന്റെ തൊട്ട് കളിക്കാൻ എവിടെ നിന്നാണ് ഇത്ര കരുത്ത്? എന്തിനാണ് അനിയനെ തല്ലിയത്? അവനോട് നിനക്ക് എന്താണ് ബന്ധം? പറയടാ. ഇത് ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇടപെട്ടാൽ ഇടപെട്ടാൽ നീ എന്ത് ചെയ്യടാ? അവൻ ഞങ്ങളുടെ സ്വന്തം ചോരയാടാ, സ്വന്തം ചോര. ഇതല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ ചോരയാണെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്. കേറി പോകത്ത്. രാജേന്ദ്ര, അതെ, നിങ്ങളുടെ അനിയൻ രാജേന്ദ്ര മന്നാടിയാർ തന്നെയാ പറയുന്നത്. സേതുവിനോട് തെറ്റിയത് ഞാനാ. സേതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതേ സംഭവിക്കൂ. തെളിച്ച് പറയടാ. ഞാൻ പറയാം. വല്യേട്ടാ, ഈ നിൽക്കുന്ന നമ്മുടെ ചെറിയ ആങ്ങളയ്ക്ക് ഇയാളുടെ അനിയത്തി പെണ്ണിനോട് പ്രേമമാ. ആ ഇഷ്ടം അറിഞ്ഞ ഉടനെ ഞാനാണ് അവളെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയത്. എടി ഭയങ്കരി, നിർത്താൻ. എനിക്കിപ്പോഴും മഞ്ജുവിനെ ഇഷ്ടമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, മഞ്ജുവിന് എന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ വിവാഹം കഴിക്കൂ. ആരെതിർത്താലും ശരി. വല്യേട്ടാ, നോക്കി എനിക്ക് രണ്ടിന് പടി ഇറക്കി വിട്. മതി ഇയാളുടെയും പെങ്ങളുടെയും സേവനം ഇവിടെ. എനിക്ക് മതിയായിടി. ഈ മണ്ടന്മാരായ മൂന്നാളുമാരെ പറഞ്ഞ് അനുസരിപ്പിക്കുന്ന പോലെ ലോകത്തുള്ള എല്ലാ ആണുങ്ങളുടെയും മേക്കിട്ട് കയറാവുന്ന നിനക്കൊരു ധാരണയുണ്ട്. പക്ഷെ സേതുരാമനോട് അത് വേണ്ടടി. നീ വാ. നിക്ക്. പണ്ടൊരു തീരുമാനമെടുക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. ഇപ്പൊ ഈ നിമിഷം ഞാൻ ഒരു തീരുമാനമെടുക്കുന്നു. നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാർ. നിർത്താൻ. നീ വരണ്ടടാ. നിനക്കൊന്നും ഭാര്യമാരുടെ കൂടെ ജീവിക്കാനുള്ള യോഗമില്ല. ഈ നിൽക്കുന്ന മൂദേവിയുടെ കൽപ്പനകൾ അനുസരിച്ച് കൂലിത്തല്ലുകാരായി മരിക്കാനാണ് നിന്റെയൊക്കെ വിധി. ഏട്ടന്മാരുടെ 3 ഭാര്യമാരെ നാട് കടത്തിയ മഹാറാണിയുടെ വീട്ടിലേക്ക് എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞു വിടില്ലടാ. തന്നെ എനിക്കറിയാം. താൻ നല്ല ഐശ്വര്യമുള്ള വക്കീലല്ലേ. താൻ എന്നവിടെ കാലുകുത്തിയോ അന്ന് മുതൽ ആ മന്നാടിയാന്മാർ മുടിയാൻ തുടങ്ങി. കുളം കലക്കിയ നിലയ്ക്ക് പറ്റിച്ച് മണ്ണിട്ട് മൂടിയിട്ട് ഇറങ്ങി പോതാ മതിയായിരുന്നില്ലേ ആങ്ങളയ്ക്കും? ആ നിക്ക്. മഞ്ജു എങ്ങോട്ടും പോകുന്നില്ല. ഈ മന്നാടിപുരം മണ്ണ് ഈ രാജേന്ദ്ര മന്നാടിയാർക്കും കൂടി അവകാശപ്പെട്ടതാ. മഞ്ജു പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അവളുടെ ചേട്ടൻ സേതു. അതെ, സേതു തന്നെയാണ് പറയുന്നത്. 3 മന്നാടിയാന്മാരുടെ എടുത്തിയാട്ടക്കാരിയായ ഒരു പെങ്ങളുടെ തൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരുത്തനെ എന്റെ പെങ്ങൾക്ക് വേണ്ട. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ മന്നാടിപുരം മണ്ണിൽ വെച്ച് 4 ആൾ കാണുക ഇവളുടെ കഴുത്തിൽ താലി കെട്ടാമോ? വെല്ലിയേട്ടൻ എവിടെന്നോ വന്നൊരു പെൺ നമ്മുടെ കുടുംബത്തിന്റെ മുഖത്ത് കരിവാരി തേച്ച് ഇറങ്ങിപ്പോയവനാ നീ. മോനെ, നാട്ടുകാരുടെ മുൻപിൽ ഈ വെല്ലിയേട്ടനെ നാണം കെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് നീ നശിപ്പിക്കരുത്. മന്നാടിയാമാരുടെ കല്യാണം മന്നാടി വീടിന്റെ മുറ്റത്താ. വാ, അവളെ വിളിച്ചോ. പക്ഷെ ആ കല്യാണ പന്തലിൽ എന്റെ അനിവായിരിക്കില്ല. മന്നാടി ചന്തേന്ന് പ്രതാപം കാട്ടി വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചരക്കല്ല എന്റെ പെങ്ങള്. നിന്റെ പെങ്ങൾ ആരടാ? അപ്സരസോ? അതെ, നിങ്ങളുടെ അനിയൻ താലി കെട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചേരണം. ഒരു മാറ്റ കല്യാണത്തിന് തയ്യാറാണോ? നീ എന്താ ചോദിച്ചെന്ന് നിനക്കറിയോ? ഞങ്ങളുടെ കരളാ. 24 മണിക്കൂർ സമയം തരുന്നു. ആലോചിച്ച് പറഞ്ഞാ മതി. അതുവരെ ഈ താലി എന്റെ പെങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെ അനിയൻ കെട്ടില്ല. അതുപോലെ ഓ ചെന്ന് ചോദിക്ക് സമ്മതമാണോന്ന്. കലക്കി വക്കീലെ, കലക്കി. ഇവന്മാരാണുങ്ങളെ കണ്ടുമുട്ടിയത് ഇപ്പോഴാ. സമ്മതിച്ചിരിക്കുന്നു. മാറ്റ കല്യാണത്തിന് ആർച്ച സമ്മതിച്ചിരിക്കുന്നു. എന്താ ആർച്ച നീ പറയണേ? അതെ വല്യേട്ടാ, എവിടെ നിന്നോ വന്ന ഒരു വക്കീലും അവന്റെ അനുജത്തിയും കൂടി മന്നാടിയാർ കുലം അടിച്ചു പിരിച്ചു എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എങ്കിൽ പിന്നെ ജീവിച്ചിരിക്കില്ല ഈ ആർച്ച. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നീ പറ. നിനക്ക് വേണ്ടി ഞങ്ങൾ എന്തനുസരിക്കാം. അവൻ ഒരിക്കലും നമ്മുടെ മുമ്പിൽ ജയിക്കരുത്. അയാൾ പറഞ്ഞ എന്തിനും ആർച്ച തയ്യാർ. 2 കല്യാണവും ഒരേ പന്തലിൽ നടക്കട്ടെ. ശരി. ആ പെൻഷൻ ആയല്ലേ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അമ്മാവൻ ഇവിടെ നിൽക്കാണോ? അകത്ത് അന്വേഷിക്കുന്നു. ചെന്നാട്ടെ. എവിടൊക്കെ അന്വേഷിച്ചവര്? മുഹൂർത്ത സമയമായി. ഇല്ലെന്നേ, ഇനി സമയമുണ്ട്. നമ്മുടെ ആൾക്കാരെ കാണുന്നില്ലല്ലോ. ആര്? പോലീസുകാരാ? പോലീസുകാരല്ലെന്നേ, പിന്നെ ആ ഇടിവണ്ടികളെ. ഇടിവണ്ടിയാ? ആർച്ചയെ ഒതുക്കാൻ വേണ്ടി ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഇടിവണ്ടികൾ. ഗജേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ പുഷ്പവല്ലി, വീരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ ലീലാമണി,
നരേന്ദ്ര മന്നാടിയാരുടെ ഭാര്യ തിലോത്തമ. പാമ്പിൻ കൂട്ടിലേക്ക് കീരികൾക്ക് സ്വാഗതം. എങ്ങോട്ടാ? അകത്തേക്ക് പോകാൻ പറ്റില്ല. ഭർത്താക്കന്മാരെ കാണാമെന്ന് ഞങ്ങളെ തടുക്കാൻ നീ ആരാടോ ചൂല്? എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിക്കരുത്. ഈ ആശു പോലെ ഇരിക്കുന്ന താനാണോ ബലം പ്രയോഗിക്കുന്നത്? ചുരുട്ടിക്കുട്ടി പട്ടികറി ഞങ്ങള്. മാറ്, മാറ്, മാറ്. പറ്റില്ല. ഇതെന്റെ ആൾക്കാരാണ്. ചെണ്ടക്കാർക്ക് ചായ കൊടുക്കൂ. ചെണ്ടക്കാർ മണ്ഡപത്തിലുണ്ടല്ലോ. മണ്ടത്തരം പറയാതെ വേണ്ടത് ചെയ്യൂ. ഓ, എന്റെ കണ്ടക ശരി. ഈ ചെണ്ട അങ്ങോട്ട് കഴിയൂ. ചേച്ചി, നാ ചേച്ചി. അയ്യോ, അയ്യോ, നമ്മുടെ ഒരു കോലം കണ്ടില്ലേ ചേട്ടാ? ചേട്ടൻ ചടച്ച് ചടച്ച് ചരട് പോലെയായി. അയ്യോ എന്റെ ചേട്ടാ, എന്നെ കാണാണ്ട് ചേട്ടന്റെ തല മുഴുവൻ മൊട്ടയായി പോയല്ലോ ചേട്ടാ. അയ്യോ. അപ്പൊ ചടങ്ങ് തുടങ്ങാം. കൊട്ട്. ഇനി മന്നാടിയാർ പെണ്ണിന്റെ കെട്ട്. പെണ്ണ് വരട്ടെ. തോറ്റ് തൊപ്പിട്ടില്ലേടി ഉണ്ണിയാർച്ചേ. എവിടെ പോയി നിന്റെ മൂച്ച്? നാലാൾ കാണുക നിന്നെ ഈ വേഷത്തിൽ ഇവിടെ ഇരുത്തിയില്ലെങ്കിൽ ഈ സേതുരാമൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോടി? താലി കെട്ടരുത്. ചതി, കൊലച്ചതി. സേതുരാമ, ആർച്ചാനെ വേറൊരുത്തൻ കെട്ടിയതാടാ. ഇവള് വേറൊരുത്തന്റെ ഭാര്യ. നോക്കി. വല്ലവന്റെ ഭാര്യയെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചത് തെറ്റ് ചെയ്യുന്നത് ഇവളാ. ഇവളോട് ചോദിക്ക്, എന്നോട് നിങ്ങളോട് എന്തിനീ ചതിയെന്ന്. നാട് വിറപ്പിക്കുന്ന മന്നാടിയാന്മാരുടെ പുന്നാര പെങ്ങളല്ലേ ഇവള്. പറയട്ടെ, ആ ഫോട്ടോയിൽ കാണുന്നത് ആരാണെന്ന്. മോളെ ആർച്ചേ, ചേട്ടൻ ഈ കേട്ടത് നേരാണോ? പറമോളെ പറ. ആരുടെ മുമ്പിൽ തലകുനിക്കാത്തവരാണ് നിന്റെ ആങ്ങളമാര്? പറ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. പറയില്ല, അവൾക്ക് പറയാൻ പറ്റില്ല. പറയടി, എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? ചിലപ്പോ ആരാണെന്ന് ഇവൾക്ക് സംശയം കാണും. രഹസ്യക്കാർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സംശയം തീർച്ചയായിട്ടും കാണും. എടാ സേതു, വിടണോ? അതെ, സേതു തന്നെ. ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ. ഇവൾ എന്ത് വിചാരിച്ചു? വല്ലവന്റെ എച്ചിൽ നിന്ന പട്ടിയാണ് ഞാനെന്നു. നിങ്ങൾ വലിയ മന്നാടിയന്മാരല്ലേ? നാണമാവുന്നുണ്ടെങ്കിൽ കൊത്തിയെറിഞ്ഞ് മന്നാടിപ്പുഴയിൽ ഒഴുക്കിവളെ. കൊല്ലണ്ട. മൂത്ത് നിരച്ച് ഇവള് തന്നെ അനുഭവിക്കട്ടെ. ഇവള് ചെയ്ത തെറ്റിന്റെ ഫലം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ മന്നാടിപുരത്തെ പൂരം. മഹാപാപി, നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലയ്ക്കുമല്ലടാ. എടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ധൈര്യം കൊണ്ടല്ല, ഫോട്ടോ കൊണ്ട് തൊലച്ചത്. ഫോട്ടോ ആരെയാണടാ? ഞാനാണ്. അവനെ ആ ഫോട്ടോ ഏൽപ്പിച്ചത് ഞാനാണ്. നീയോ? അതെ, ഞാൻ തന്നെ. കല്യാണ പന്തലിലേക്ക് ആ ഫോട്ടോ കൊടുത്തയച്ചത് ഞാനാണ്. പച്ചക്കള്ളം. താനല്ല ആ ഫോട്ടോ കൊടുത്തയച്ചത്, അത് കൊടുത്തയച്ചത് ഞാനാ. മാറ്റ കല്യാണം നടത്തി ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളമാരെ വെല്ലുവിളിച്ചില്ലേ? താൻ ചെന്ന് നോക്ക്, തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലേന്ന്. പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലിയില്ല. തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ? മൊന്നാടിപുരത്തെ ചാളകളിൽ കാണും 4 കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ. ചെന്ന് അന്വേഷിക്ക്, അവിടെ നിന്ന് കിട്ടും തനിക്ക് പെണ്ണ്. തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത്? തുള്ളി കഴിഞ്ഞോടി. കഴിഞ്ഞെങ്കിൽ പറ, നീ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. മന്നാടിയാന്മാരുടെ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട്. ആങ്ങളമാര് കേട്ടോ? ഇവൾ കൊടുത്തയച്ച ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ ചെങ്കോട്ട വീട്ടിൽ സേതുവാണ്. അതെ, ഈ സേതുരാമൻ. ഞെട്ടണ്ട,
നേരാണെന്ന് ചോദിക്കവളോട്. അല്ല നമ്മൾ പറയട്ടെ. അല്ല അല്ല അല്ല, ഇയാളെ ഞാൻ അറിയുക പോലുമില്ല, സത്യം. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ആരാടി? അയാളെ താൻ അറിയില്ല. ഒരു കോളേജ് നടത്തി അരങ്ങേറി ഇറങ്ങും തന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. എടീ നിന്നെ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ വിശ്വാസമാണ്. നിന്നെ ഈ നാട്ടിൽ ഇനി കണ്ടുപോകരുത്. നിന്നെയും പോടാ. ഞാൻ പറയുന്നു. പോകാൻ നിങ്ങൾ ഇറങ്ങണം. നിർത്ത്. അളിയൻ പോണ്ട. സേതു ഇപ്പൊ എന്റെ അളിയനാ, എന്റെ ബന്ധുവാ. എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട്. എവിടെയൊക്കെ എനിക്ക് അവകാശമുണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട്. അളിയൻ ഇവിടെ ആരും ഒന്നിനും തടയില്ല. കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടോ, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ചയെ വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യേ. കളിയിൽ ചേട്ടൻ തന്നെ ജയിച്ചു. പകരം എന്നെ വിൽക്കേണ്ടി വന്നു അല്ലേ? 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ചേട്ടനൊരു സ്വാർത്ഥന. സ്വന്തം കാര്യത്തിന് വേണ്ടി അനിയത്തിയെ കുരുതി കൊടുത്ത് മനസാക്ഷി ഇല്ലാത്തവന്. അല്ല, ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവരായിപ്പോയി. നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു. ആർച്ചയെ അല്ല, സുന്ദരിയെ. സുന്ദരി? അതെ, ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ. യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമം അറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു. വക്കാലത്തും ഫീസുമൊക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്തുനിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക. ആർക്കും അപേക്ഷിക്കാം. വരനെയും വധുവിനെയും കമ്പ്യൂട്ടർ നിശ്ചയിക്കും. ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമന് ഭാര്യയായി കിട്ടിയത് സേതുരാമൻ. നല്ല പേര്. കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു. നീ ഇതെന്ത് ഭാവിച്ചാ? ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവം ഒറ്റയ്ക്ക് അനുഭവിക്കണോ? അതെ, ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ. പക്ഷെ ഇവിടെ ഒരു മാറ്റം. ഒരാണ് ചതിക്കപ്പെടുന്നു. ഇവനൊക്കെ എന്ത് വിചാരിച്ചു? ഒരു താലിച്ചരടിൽ കെട്ടി പന്താടാനുള്ളതാണ് നമ്മളെന്നോ? എടാ സേതുരാമ, ആർച്ചയ്ക്ക് നിന്നെയും നിന്റെ വർഗത്തെയും പുച്ഛമാ. അടുത്തതായി ഡിസ്ട്രിക്ട് കളക്ടർ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ബഹുമാന്യരെ, ഞാൻ ഈ നവദമ്പതികളോട് അസൂയപ്പെടുകയാണ്. ഇവർ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ആചാരങ്ങളും മാമൂലുകളും തല്ലിത്തകർത്തുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ തന്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തി ജീവിതം തുടങ്ങാൻ ധൈര്യം കാണിച്ച സോറി, എന്താ പേര്? അത്രയ്ക്ക് മുറിവിയാണോ? കെട്ടുന്ന പെണ്ണിന്റെ പേര് പോലും ഓർമ്മ നിൽക്കില്ലേ? സുന്ദരി. അല്ല, സേതുവിന്റെ വീട്ടുകാരൊന്നും വന്നില്ലേ? കയറി ചെല്ലുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഓ, സുന്ദരിയുടെ വീട്ടുകാര് സർപ്രൈസ് അവിടെ ആയിക്കോട്ടെ. ഹായ്, കാരിയാണ്. ഹലോ. ഹലോ. എന്റെ കക്ഷിയെ കണ്ടോ? ഇല്ല, ചിലപ്പോ നേരത്തെ മണിയറക്കാര് വായലടിച്ചു കാണും. ഞാനിപ്പോ വരാം. ഹോട്ടൽ മുറിയിലും അവളില്ലായിരുന്നു. എല്ലായിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കണ്ടില്ല. ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എന്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യ രാത്രി വിളിപ്പിച്ചു. ഹലോ. ഹലോ മിസ്റ്റർ സേതുരാമൻ, ഇത് ഞാനാ, മിസ്സസ് സേതുരാമൻ. നിനക്കിത് എന്ത് പറ്റി? നീ എവിടെ നിന്ന് വിളിക്കുന്നു? എവിടെ നിന്നാണെന്നോ? എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ നിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു തന്റെ ഫസ്റ്റ് നൈറ്റ്? എവിടെ തിരക്കിയാലും മേലിൽ താൻ എന്നെ കാണില്ല. താൻ എന്ത് വിചാരിച്ചു? ഒരൊറ്റ നിമിഷം കൊണ്ട് താലി കെട്ടി 100,000 ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ? സമൂഹ വിവാഹം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ, ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന്. അന്ന് കണ്ട എന്റെ ഭാര്യയുടെ മുഖം പിന്നെ മന്നാടിപുരത്തെ ഈ കൊളക്കടവിൽ വെച്ചാ ഞാൻ വീണ്ടും കാണുന്നത്. അപ്പൊ ആർച്ച ഏട്ടന്റെ ഭാര്യയാണല്ലേ? അതെ. അല്ലെന്നവൾ ആണയിട്ട് പറഞ്ഞാലും ശരി, ഞാൻ താലി കെട്ടിയ പെണ്ണ. അവളെയും കൊണ്ട് ഈ സേതു പോകൂ. ആർച്ചയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ? ഇഷ്ടപ്പെടുത്തും. സേതുരാമന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ആർച്ച മാത്രമാ. അതെ, അനീത്തിയും ചേട്ടനും കൂടി ഇവിടെ കുശിച്ചോണ്ടിരുന്നോ? ആർച്ച അവിടെ നിന്നെ കുരുക്കാൻ വലവിരിച്ചു കാണും. ചെല്ല്. അതേന്നെ, എല്ലാ മന്നാടിയമാരുടെ ആദ്യ രാത്രി കൊളവാക്കിയുള്ള ആ ആർച്ച. മന്നാടി വീട്ടിൽ കാലെടുത്ത് ഊത്തിയ ഞങ്ങൾ 3 പെണ്ണുങ്ങൾക്കും ആദ്യ രാത്രി കാലരാത്രിയായിരുന്നു. സൂക്ഷിച്ചോ. പാരമ്പര്യമായിട്ട് മന്നാടിയന്മാരുടെ ആദ്യ രാത്രി
ഈ മുറിയിൽ ആഘോഷിക്കാറ്. ആ പതിവ് നിന്റെ കാര്യത്തിലും തെറ്റണ്ട. ചെല്ല് ചെല്ലടി. പോകരുത് ചേച്ചി, വാതിൽ തുറക്കൂ. മിണ്ടി പോരുത്. നീ എന്ത് വിചാരിച്ചു? കെട്ടിലെ മറ്റവൻ ആട്ടുകെട്ടിലിൽ വാഴാമെന്നോ? ഇനി നിന്റെ ജീവിതം നരക. പണത്താൽ മയങ്ങും, കണ്ടാൽ മയങ്ങും. അപ്പൊ തിന്നാലോ? തിന്നാലോ? നിന്നിടത്ത് നിന്നും മയങ്ങും. സാക്ഷാൽ ആനമയക്കി. 2 നുള്ളു പാലിൽ ചേർത്ത് കുടിച്ചാൽ ആദ്യ രാത്രി അന്തമില്ലാത്ത രാത്രിയാകുമടി ചമ്പേ. യോ മഹാഭാവി, ഇതിന് നമ്മളും അനുഭവിക്കോടോ? അനുഭവിക്കത്തില്ലടി. തല ചെയ്യുന്ന പാവം കഴിക്കത്തില്ലടി. ഇത് ആനമയക്കി, ഇത് പാല്. പാവന്റെ ചെറിയേട്ടൻ ആനമയക്കി കുടിച്ച് സുഖമായി ഉറങ്ങും. പക്ഷേ അവൾ ഇന്ന് രാത്രി ഉറങ്ങരുത്. കരഞ്ഞ് കരഞ്ഞ് അവൾ ആദ്യ രാത്രി വെളുപ്പിക്കണം. അത് കണ്ട് അവളുടെ ചേട്ടന്റെ കണ്ണിൽ നിന്ന് കണ്ണീരലടി ചമ്പേ. ചോര ഒഴുകണം. ആനമയക്കിത്ത. ഇതെന്തു പറ്റി? മുല്ലപ്പൂവ് എന്റെ ഒരു ബലഹീനതയാടി. എന്താ? മുല്ലപ്പൂവ് അവിടെ ഒരു താക്കോല്. എന്താ 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 എന്താ? ഒന്നുമില്ല. ഒന്നുമില്ല. നമ്മൾ ഇത്ര പെട്ടെന്ന് ഒന്നാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല മഞ്ജു. ഞാൻ വിചാരിച്ചു. നീ എന്നത്തെയും പോലെ ഇന്ന് ഞാൻ തന്നെ ചേട്ടന് പാലുമായി വന്നിരിക്കുന്നത്. അപ്പോ അവളവിടെ എന്റെ ഭാര്യ. മഞ്ജു ഒരു നാണക്കാരിയാ. ചേട്ടൻ പാല് കുടിക്കൂ. അല്ല, അവളോടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുടിക്കൂ. ഓ അങ്ങനെയെങ്കിൽ അങ്ങനെ. അവൾ ഇപ്പൊ ഇങ്ങെത്തും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ ആർച്ച മഹാറാണി, സത്യം പറഞ്ഞ ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. എനിക്കിപ്പോ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാനൊന്നും ചെയ്യില്ല. കാരണം പൂർണ്ണ മനസ്സോടും പൂർണ്ണ സമ്മതത്തോടും കൂടി ആയിരിക്കണം എന്റെ പെണ്ണ് ആദ്യരാത്രിയിൽ എന്റെ അടുത്തെത്താൻ. ഒരു തുറന്ന മനസ്സോടുകൂടി നീ എന്നെ സ്വീകരിക്കുന്ന ദിവസം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയുണ്ട്. ഗുഡ് നൈറ്റ്. ചേച്ചി, കാപ്പി. ഇന്നലെ താനമയക്ക് ഏറ്റവും സേതുരാമന്റെ പെങ്ങൾ ആദ്യ രാത്രിയിൽ ആരുടെ കൂടെ കഴിയണോ അയാളുടെ കൂടെ തന്നെ ആയിരുന്നു. ഇനി നമ്മുടെ ആദ്യ രാത്രിയിൽ നീ ആനമയക്ക് ഇറക്കൂ. മുഴുഭ്രാന്തിയായ ഒരു പെങ്ങളെ ആങ്ങളമാർ തല്ലിക്കൊന്നു. ചോറ്റാനിക്കര ഉച്ചഭ്രാന്ത് മൂത്ത ഒരു സഹോദരിയുടെ ശല്യം സഹിക്കാൻ കഴിയാതെ അവളുടെ സഹോദരന്മാർ അമ്മിക്കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. ഇത്രയും കാലം പൊന്നാങ്ങളമാരുടെ ജീവിതം കുട്ടിച്ചോറാക്കുകയായിരുന്ന ഈ യക്ഷി
ചേട്ടന്മാരെ കൊണ്ട് അവരുടെ ഭാര്യമാരെ പോലും ഉപേക്ഷിച്ച് ഈ പൂതനെ പ്രേരിപ്പിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് ചേട്ടന്മാർ അവളുടെ തനിനിറം മനസ്സിലാക്കിയതും ഉടനെ തന്നെ അതിക്രൂരമായി ഈ ഹിഡുംബിയുടെ ശരീരം അവർ ചതച്ചരച്ച് ചമ്മന്തിയാക്കി കാലപിടിക്കയച്ചു. ആ ചോറ്റാനിക്കരയിലെ ആങ്ങളമാരുടെ ബുദ്ധി ഇവിടെയുള്ളവർക്ക് വന്നിരുന്നെങ്കിൽ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നേ. ഇന്നലെ താറവയ്ക്ക് ഏറ്റോ എന്ത് പാടോ? അതെ, ഉപ്പുമുളകൊക്കെ പാകത്തിനേ പാടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതെനിക്ക് കോപ്പറിയാം. വക്കീലേ, ഇത് പഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ മുണ്ടോ? അല്ല, എന്റെ പന്തൽ എന്നാ ഇതൊന്ന് പൊളിക്കാൻ പറ്റിയ? താൻ തിടുക്കം കൂട്ടാടോ. തനിക്ക് പൊളിച്ചാ പോരെ? പൊളിക്കാം. ആർച്ചക്കുഞ്ഞൊരു ചെറുക്കനെ ഈ കലിയുഗം അവസാനിക്കും മുമ്പ് കിട്ടുമോ എന്റെ ഈശ്വര? ചെറുക്കനല്ലടോ പാപ്പാൻ. ഞാനോ അനാവശ്യം പറഞ്ഞല്ലോ. അടങ്ങാനായി അവിടെ ഇരിക്കണോ? ഇത് പിടിച്ചാൻ ചോറുണ്ട് എടുക്ക്. അവിടുന്ന് താൻ ആരാ ഇവിടുത്തെ? ഞാൻ ആരാന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കുക. ഞാനും സേതൊക്കെ ഇവിടുത്തെ ബന്ധുക്കാരാ. ബന്ധു വീട്ടിലൊരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഉരുളെ അറിയാത്ത ഊള നീയാ. എന്നാ കേട്ടോ, ആർച്ചമോളെ കെട്ടാൻ നല്ല 10 മറ്റുള്ള ചെറുക്കം വരാൻ പോണു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ സേതുരാമ. ഇതിനല്ല കൂത്ത്. ചേച്ചി പറയണ കേട്ടാ തോന്നും ഞാൻ മറക്കൂന്ന്. അപ്പൊ പിന്നെ ഞാൻ മറക്കൂന്നാണോ? എന്നാ ഞാൻ മറക്കാം. ആരും മറക്കില്ല. പോരെ, ഇനി അതിനു വേണ്ടി 3 പേരോട് ഒരു കൊത്തുകൂടണ്ട. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ, ആർച്ചയെ ഒതുക്കുക. എന്താ ഒതുക്കാൻ പുതിയൊരാള് വരുന്നടാ. അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ? ആരൊതുക്കണ്ട കാര്യം പറഞ്ഞേ? ആർച്ചെ? അയ്യേ, ആർച്ചയല്ല നിന്നെ. ആർച്ചയെ പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു. നിന്നട്ടെ. ആരാ? മന്നാടിപുരത്തെ തമ്പുരാൻ. അപ്പൊ നമ്മളാരാ? ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. വേണ്ട. ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കും. ചാകാൻ പോവുക? ഞങ്ങൾ ആർച്ച പെണ്ണ് കാണാൻ പോവാ. രണ്ടും ഒന്ന് തന്നെ. മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന് ചത്താൻ ഞാനാ സമാധാനം പറയേണ്ടത്. പോകുന്നതിനും പറയാളം കാട്ട്. മനസ്സിലായില്ലേ? ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാണെന്നാ? 3-ാം നാൾ മന്നാടി പുറകിൽ ചത്തുനാറി പൊന്തുമ്പോ ഞാനെങ്ങനെ തിരിച്ചറിയും? കാണിക്കണ കാക്കപ്പുള്ളി. വേണ്ട. കാള പെട്ടെന്ന് കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണയും തേച്ചങ്ങ് ഇറങ്ങിയല്ലേ? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിച്ചിട്ട് പോരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്താ ആചാരങ്ങള്? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ. എന്നാ നമുക്കൊരു മുറി എടുത്ത് പഠിപ്പിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞങ്ങൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പ് തമ്പ്രാക്കളോ? ചെളിപ്പറമ്പല്ല, തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ? തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ഓലത്തിരിയുടെ പടവാൾ സൂക്ഷിപ്പുകാരാ അവര്. എന്തുകൊണ്ടും നമ്മൾ മന്നാടിയന്മാരെക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാ അവര്. വെറുതെ കയറി പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ, അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം. വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം. എന്തൊരു ആചാരം! ഇനി അവര് മുണ്ടുവക്കി കാണിക്കണമെന്ന് പറയൂ. വേണം. ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ മുണ്ടുവക്കി കാണിക്കണം. അത് വേണം. ആർച്ചമോടെ കല്യാണം നടക്കണോ? പൊക്കണം. ഒരു സംശയമുണ്ട്, ഏതുവരെ പൊക്കണം? തളിപ്പറമ്പ് വരെ പൊക്കണം. നിർത്തണോ? നീ പറ. പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പടവെട്ടണം. അത് ബുദ്ധിമുട്ടാവും. അത് വേണോ? നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം. വെട്ടും. നീ പറ. അപ്പ ചെക്കൻ ഇറങ്ങി ഓടും. വിടരുത്. പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം. അതെന്തിനാ അടക്കുന്നത്? കീഴടക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ്. നമ്മൾ മന്നാടിപുരം മന്നാടിയാന്മാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ. അവിടെ കഴുതേ അവിടെ. അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളുകുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണ് കാണലേ നടക്കട്ടെ അല്ലേ? അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആങ്ങളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല. അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപൊക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളാം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കും. തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. വരിക, ഇരിക്കുക. നമസ്കാരം. എടുക്ക. അണ്ണ, അവര് ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്കണോ? അതിനെന്താ, പാലല്ലേ?
ഈശ്വര ഓ അതെടുത്തോളൂ. അഗ്നിദേവ. ഈ പാലിനെന്താ ഇത്ര പുളിപ്പ്? തളിപ്പറമ്പിൽ നിന്ന് ഇന്നലെ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ, നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ഓ, ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം. ഞാൻ പൊക്കണ? നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ, പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂന്നാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. യുദ്ധം തുടങ്ങ്. ലീലാമണി കൊണ്ടുവാ. അച്ഛാ, അമ്മാവ, എല്ലാവരും ഓടിക്കോ. തളിപ്പറമ്പ് തമ്പുരാന് കുടിക്കാൻ തുമ്പോലോർച്ച ഉണ്ടാക്കിയ കാപ്പിയല്ലേ, നല്ല സ്വാദായിരിക്കും. എടീ, നീ ഇവിടെ നിന്ന് മൂത്ത് നരയ്ക്കും. ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തന് കൊടുക്കില്ല ഞാൻ. നീ നോക്കിക്കോ. കണ്ണടച്ച് പാല് കുടിച്ച ആരും കാണില്ലെന്നാ ആർച്ചയുടെ വിചാരം. ഈശ്വരാ, ഞാൻ കരുതി എന്നെ. അതെ, ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നോടാൻ. തളർന്നു. ശരിയാ, ഓടിച്ചവരും ഒരുപോലെ തളർന്നു. ആ, ഇവിടെ കയറിക്കൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ഞാനാന്നേ. ആ, അതും ശരിയാ. ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപകാരം ചെയ്യാനുള്ള സമയമായി. ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം. ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും. ആ, അതിന് നീ എന്തിനാ ഛർദ്ദിക്കുന്നേ? ഛർദിച്ചെന്നു? ആര് ഛർദിച്ചു? തിലോത്തമേ, എന്നാലും എന്റെ നരേന്ദ്ര, ഒരു നാത്തം പഴച്ചേ. അല്ല, എന്റെ കാര്യം. ആദ്യം ഗർഭം, പിന്നെ കല്യാണം. ഓ, എവിടെയല്ലേ. അല്ല, എന്റെ കാര്യം. അയ്യേ, കുളി തെറ്റിച്ചു. ആർച്ചേ, എന്താ? കുളി തെറ്റിച്ചു. ആര്? തിലോത്തമ്മ കുളി തെറ്റിച്ചെന്ന്. നിന്റെ അടുത്ത തോൽവി സമയമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു. പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാന്മാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും. നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി. പെങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും. അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി. നീ നോയിക്കോ. പോയോ? വല്ലി, നേരം പോയി. നീ ഇന്നെന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ്മ അവിടെ ഛർദ്ദിക്കുന്നു. അത് വരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ, നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ, നീ ആഭരണ പെട്ടിയൊക്കെ എടുത്ത്. അവക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ, അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാർ ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്നൊരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുമെന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി, ഈ പന്തലി വേണ്ട മോനെ നിന്റെ താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ട കോപ്പമാർക്ക് കിട്ടണ്ടായി വീടും പറമ്പും. പുഷ്പലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് വേണോ? ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടിയിറങ്ങാറായില്ലേ? പോടച്ചക്ക അവിടുന്ന്.
കെട്ടാൻ നടക്കുന്നു. ചേച്ചി ലീലാവതി ചേച്ചി മറ്റേ പുഷ്പാലി ചേച്ചി പുഷ്പാലി ചേച്ചി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല നോക്കണ്ട. അതൊക്കെ പോയി നോക്കിക്കൊണ്ട് നിൽക്കാനില്ല. ഓ താൻ ഇത്രക്ക് തരം താഴ്ന്നു പോയല്ലോടോ. സ്വന്തം പെങ്ങടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നോ വൃത്തികെട്ടവനെ. ഇവന്റെ മർമ്മടിച്ച് മൂളിക്കറ്റ വക്കില്ലേ? ഒന്നും കളയും പന്നികളെ. ഇവിടെ മനുഷ്യൻ മർമ്മം പോഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെ സദാചാരം പ്രസംഗിച്ച് കൊലച്ചടാ. കൊളിച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ല ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. നീ കണ്ടോ? മോളെ ഒന്ന് നിന്നെ. ഈ നാത്തും മോക്കൊരു ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് 10 മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ്. ശരീരവും 11 മാറ്റും. ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ. നിക്കൂ, ആരാൻ ചോദിക്കൂ. ആരാ? എന്റെ പൊന്നാങ്ങള ആരോമൽ. കണ്ണാ ആരോമലേ. എന്തോ ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊല പഴം. കല്ലട കഴുതേ. അവള് പോയടാ കുരങ്ങ. പോയോ? അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ശിവ ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ എത്തിപ്പോയി. വാടാ, പ്രേമിക്കുന്നു നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മൂന്ന്. ഇതെന്താ ഇങ്ങനെ? നിക്ക്, ഞാൻ ശരിയാക്കാം. ആർച്ചക്കുട്ടി, ഏട്ടത്തി അനിയത്ത് കൂടി തല്ലുകൂടണ്ട. ചേരേണ്ടത് ചേരുമ്പടി ചേരണം. ആർച്ചയ്ക്ക് ചേർന്നതേ എന്റെ അനിയനാ. നടേശ. ആർച്ച എന്റെ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. സുന്ദര എനിക്ക് അനിയനില്ല, ഉള്ളത് ചേട്ടനാ. പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മറക്കണ്ട. കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ? ഇതായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതോ പാഞ്ചാലിയിലാവോ താല്പര്യം? കെട്ടിപ്പോ നടക്കുവോ? എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ വക്കീലെ? എനിക്ക് മുട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ മുട്ടി കിടക്കുവാണോ? താൻ പുറകെ വരുന്ന വീരേന്ദ്ര കുണ്ടിനോട് ചോദിക്കും. പന്തല് അതെ, ഒന്നുകിൽ പെങ്ങള് കെട്ട്, അല്ലെ പെങ്ങളെ കെട്ടിക്ക്. എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. നിന്റെ മുളപ്പന്തലിന് വേണ്ടി കണ്ട മരംകൂടം മരക്കൊണ്ട് എന്റെ മകളെ കെട്ടിക്കണോ? അയ്യടാ, പന്തല് പൊളിഞ്ഞില്ല. എന്താ മോന്ത പൊളിഞ്ഞു കിട്ടിയില്ലേ? അതെ, ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിയിട്ട് മരണപ്പന്തലിട്. അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങി ചാവും. എന്റെ നടേശ, 1-2 പവനല്ല ചേട്ടന്മാരാ രമ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1001 പവനാ. പിന്നെ 100 ഏക്കർ പുരയിടം, 200 ഏക്കർ പാടം, ഇതൊക്കെ അവൾക്കുള്ളതാ. താലി കെട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി. എന്റേതായി എന്ന് പറയാതെ എന്റേതാക്ക്. ഈ നാറിയ വായ വെച്ച അവളെ മയക്കാൻ ചെന്നാലേ മയങ്ങത്തില്ല, അവള് ചത്തുപോകും. നീ ചെന്ന് അവളെ മയക്കെടുക്കണം. മയക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണോ? അതേടാ, പാട്ട് പാടണമെന്ന് വന്നാ പാട്ട് പാടണം. നേർച്ച കുങ്കുമ പൂകൊരുക്കും ആർച്ച തത്തമ്മേ തത്തമ്മേ. നേർച്ച കുങ്കുമ പൂകൊരുക്കും ആർച്ച തത്തമ്മേ തത്തമ്മേ. കാവിലെത്തേവരെ കണ്ടുവരുമ്പോൾ കുഞ്ഞാ മോഹമണിച്ചിത്രക്കൂടൊരുക്കി കൂടെ നടനം കണ്ടു ഞാൻ. നേർച്ച കുങ്കുമ പൂകൊരുക്കും ആർച്ച തത്തമ്മേ തത്തമ്മേ. പാലാട്ടുകോമന്റെ പല്ലക്കിൽ
ചൂളിക്കോഴിക്കടകൻ പ്രയോഗിച്ച് കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും, കെട്ടിലമ്മേ നിന്നെ കൈക്കലാക്കും. തങ്കക്കിനാവിന്റെ താമര മഞ്ചലിൽ കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. കളരിഭര ദൈവങ്ങളാണേ, തറവാട്ട് താവഴികളാണേ, എത്തി നിൽക്കുന്ന ഭഗവതിക്കാവിലെ പ്രണയരതി ശില്പങ്ങളാണേ. ഇവളെന്റെ സ്വർഗം, ഇവളെന്റെ പോയി നേരത്തെ പോയി. തട്ടിക്കൊണ്ടുപോയി അവളെ കഴുത്തിൽ ബലമായി താലി കെട്ട, പിന്നെ അവൾ എന്റെ ഭാര്യ. അത് കൊള്ളാം, പക്ഷെ എങ്ങനെ തട്ടിയെടുക്കും? അതിന് വഴിയുണ്ട്. നാളെ അവള് കുളത്തിൽ കുളിക്കാൻ വരുമ്പോ വേറെ ആരും ഇങ്ങോട്ട് വരാതെ അടുത്ത് നോക്കിയാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത് ശരിയാ. ഈശ്വരാ, എന്നിട്ട് പറഞ്ഞു കുഞ്ഞേ. ചമ്പേ ചമ്പേ, ഒന്നിങ്ങ് വന്നേ. എന്താ? ഒന്നിങ്ങ് വന്നേ. കുഞ്ഞങ്ങോട്ട് പാടിക്കുന്നത് എന്ത്? നിന്റെ പെണ്ണോ? എടാ, നീ എന്ത് വിചാരിച്ചു? പോകെ പോകെ അവൾക്ക് നിന്നെ ഇഷ്ടായെന്നോ? എന്നാ കേട്ടോ, അവൾക്ക് നിന്നോട് വെറുപ്പാ. ഈ ലോകത്ത് ഏത് കുഷ്ഠരോഗിയെ കെട്ടിയാലും അവൾ നിന്നെ കെട്ടില്ല. പെണ്ണൊരുത്തനെ വെറുത്തതാടാ. ആ വെറുപ്പ് മാറണമെങ്കിലേ അവള് മരിച്ച് വേറെ ജനിക്കണം. നിന്നെ മതി നേർച്ച പറഞ്ഞാൽ അന്ന് ഞാൻ തല മൊട്ടയടിച്ച് വന്ന് നിൽക്കാൻ നിന്റെ മുൻപിൽ. വാടാ. അപ്പൊ നീ പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, പെണ്ണൊരുത്തനെ വെറുത്താൽ വെറുത്തതാണ്. ആ വെറുപ്പ് ഇഷ്ടമാണെങ്കിൽ ഇനി അവൾ മരിച്ച് വേറെ ജനിക്കണം. ലീലാമണി ചേച്ചി പറഞ്ഞത് ശരിയാ. പക്ഷേ കണ്ണിൽ നിന്ന് അകറ്റിയാലും എനിക്ക് അവളെ കരളിൽ നിന്ന് അകറ്റാൻ കഴിയുന്നില്ല. അകറ്റണ്ട. നീ അവളെ കരളിൽ നിന്ന് അയറ്റില്ലെങ്കിൽ അവന്മാരെല്ലാരും കൂടി നമ്മുടെ കരളിൽ കലക്കും. കരളിൽ ഉറപ്പുള്ളവന്മാര് മാത്രം സേതുവിനോടൊപ്പം നിന്നാ മതി. താനോ? അതെ, ഞാൻ തന്നെ, ഈശ്വരൻ. ഇത്രയും കാലം അഷ്ടിക്ക് വേണ്ടി ആ മന്നാടിയാമാരുടെ പുറകെ കാട്ടി നടന്ന പീറ വക്കീൽ. ഇനിയെങ്കിലും ഒരിക്കൽ ആണായിട്ട് ജീവിക്കണം. ഞാനുണ്ടോ തന്റെ കൂടെ. താൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല. ഇന്നെനിക്ക് ആർച്ചയെ രക്ഷിക്കാൻ കഴിയും. ഇനി നിനക്ക് മാത്രമേ അവളെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. നാളെ മന്നാടിയാമാരുടെ 3 അളിയന്മാരും അവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോവാണ്. അത് നീ അറിഞ്ഞോ? ഒത്തിരി ആനയും അമ്പാരിയും കൊട്ടും കൊരവയും ഒക്കെ ഉള്ള ഒരു അടിപൊളി കല്യാണമായിരുന്നു എന്റെ മനസ്സിൽ. ഈ കല്യാണം പൊളിച്ചെടുക്കാതിരിക്കാൻ വഴിപാടത്രേ നേർന്നിരിക്കണേന്ന് അറിയോ? ആ പുഷ്പവല്ലിയോ ലീലാമണിയോ വല്ല അറിഞ്ഞാ തീർന്നു. എന്റെ മന്നാടി ഭഗവതി കാത്തുരക്ഷിക്കണേ. ഭഗവതി കാത്തുരക്ഷിക്കണേ. നീ ആദ്യം ഈ ആർച്ചക്കാക്ക്. ചേട്ടന്മാരുടെ മനസ്സിലെങ്ങാണ് ഈ കല്യാണ ബുദ്ധി വരുന്നതിന് മുമ്പ് എങ്ങനെ ഇതൊന്നും നടന്നു കിട്ടണം. എന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണേ? ഒന്നുമില്ല വല്യേട്ടാ. എന്നാ എഴുന്നേൽക്ക്. എന്തിനാ? ഇവൻ നിനക്ക് പുടവ തരാൻ പോവാ. അതിന് എനിക്കിവിടെ ഇഷ്ടപ്പെടണ്ടേ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇന്ന് നിന്റെ കഴുത്തിൽ ഒരു പൂത്താലി വീഴ്ത്തും ഞങ്ങൾ. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ഞാൻ ആരും കെട്ടില്ല. നീ കെട്ടണ്ടടി. എന്റെ ആങ്ങളെ ആരോമല കെട്ടിക്കോളും. വാ ഇവിടെ. നിൽക്ക്. നിന്റെ ആരോമിൽ താലി കെട്ടിക്കോട്ടെ, പക്ഷെ എന്റെ മക്കളെ കഴുത്തിൽ വേണ്ട. മനസ്സിലായോ? ഗജേന്ദ്ര, ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ ഇറക്കിക്കൊണ്ട് പോണ എന്റെ മക്കളെ. ചേട്ടനൊക്കെ പണ്ട്. നടേശ, കെട്ടണ താലി.
നീ എന്റെ ഭാര്യയുടെ കഴുത്തിൽ താലി കെട്ടുമല്ലടാ. എന്റെ അളിയനെ നീ തല്ലു മഞ്ഞാടി. നിന്റെ അമ്മായിയമ്മ നിർത്ത്. ആച്ച നിങ്ങളെ മാത്രം പെങ്ങളല്ല, എന്റെയും പെങ്ങളാ. ചാടിക്കട്ടി ചവിട്ടി കൊട്ടി ചവിട്ടി എടുത്തു തിരിഞ്ഞിട്ടാൽ അടി. നീ നിന്നെ തന്നെ കെട്ടിക്കും. റാണിയെ കിട്ടിയില്ലെങ്കിൽ തോഴിയെ കിട്ടിയാ മതി. തൃപ്തിയായില്ലേ നിനക്ക്? എല്ലാത്തിനും കാരണക്കാരി നീയാ. നീ ഒറ്റ വരുത്തിയാ മതി. ഇനി മന്നാടിയാമാർ ഒരുമയോടെ ഒരു വീട്ടിൽ കഴിയാൻ പാടില്ല. പിരിയാം, ഭാഗം വെച്ച് പിരിയാം. ഒന്നിച്ചു നിന്ന് പുന്നാര പെങ്ങളെ സേവിച്ചത് മതി. എവള് യക്ഷിയാ യക്ഷി, ആങ്ങളമാരുടെ ചോര ഒടിക്കുന്ന യക്ഷി. ചോരയ്ക്ക് ചോരയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നതിൽ അർത്ഥമില്ല. സ്വന്തം കൂടപ്പിറപ്പുകൾ പടവെട്ടി തുടങ്ങിയാൽ ആ നിമിഷം ഭാഗം വെച്ച് പിരിഞ്ഞോളാൻ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ടോ നിനക്ക്? ഞാൻ പറഞ്ഞിട്ടില്ല. ഭാഗം വെക്കാൻ മാത്രം എന്തുണ്ട് മന്നാടിയാന്മാർക്ക്? എല്ലാ മാർച്ച് മോൾക്ക് അച്ഛൻ എഴുതി വെച്ചിരിക്കും. അവൾ അനുഭവിച്ചോട്ടെ. വേണ്ട, സ്വത്തോ കല്യാണോ ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾ മാത്രം മതി. നിനക്കിനി ആരും വേണ്ട. നിനക്ക് തട്ടിക്കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളല്ല ഞങ്ങൾ. അത് മനസ്സിലായിക്കോ? ചെയ്തല്ലേ കുടുംബവക്കീൽ? അല്ല, ഞാനാണ്. എങ്കിൽ നോക്കി നിൽക്കാൻ നിലവറയിലെ പൂജാമുറി പോയി വിൽപ്പത്രം എടുത്തോണ്ട് വായിക്കണോ? വല്ല പൊട്ടക്കളോ പാറപ്പറമ്പോ ഞങ്ങൾക്ക് കാണും. പൂജാമുറിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മന്നാടിയന്മാരെല്ലാം കുളിച്ച് ശുദ്ധമായിട്ട് വരണം. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി പഴയതുപോലെ മന്നാടിയന്മാർ ഒരുമിച്ച് പൂജാമുറിയിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഹരിശ്രീ ഗണപതായേ നമ. അവിഘ്നമസ്തു. കൊല്ലവർഷം 1152 ആണ്ട് മന്നാടിപുരം താലൂക്കിൽ ശ്രീ നരസിംഹ മന്നാടിയാർ സ്വമനസാലെ എഴുതി തയ്യാറാക്കിയ വിൽപത്രം. മേൽപ്പടി നരസിംഹ മന്നാടിയാർ മൂത്ത മകൻ ഗജേന്ദ്ര മന്നാടിയാർ അറിയുന്നതിലേക്കായി ആദ്യമേ ഒരു കാര്യം കുറിക്കുന്നു. മക്കളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇളയ മകൾ ആർച്ചയ്ക്ക് എന്താ വായിച്ചത്? നീ മന്നാടിയന്മാരുടെ പെങ്ങളല്ല, നരസിംഹ മന്നാടിയാരുടെ മകളുമല്ല. കള്ളം, പച്ച കള്ളം.
അതിൽ എഴുതി വെച്ചിരിക്കുന്ന പച്ചക്കള്ളം വായിക്കണോ? മുഴുവൻ വായിക്കേ. വായിച്ചു കൊടുക്കണോ? കേൾക്കട്ടെ അവള്. എന്റെ 4 ആൺമക്കളും എന്നും ഒരുമയോടെ മന്നാടിപുരം ഭരിക്കണം. 4 ആങ്ങളമാർക്കും കൂടി ഒരു പെങ്ങൾ വേണമെന്ന് ഞാൻ ആശിച്ചു. ഒരു പെൺകുഞ്ഞിനെ തരാൻ ഞാൻ ദൈവത്തിനോട് മനസ്സുനൊന്ന് പ്രാർത്ഥിച്ചു. എന്റെ ലക്ഷ്മി 5ാമതും ഗർഭിണിയായി. പക്ഷേ പ്രസവിച്ച കുട്ടി ചാപിള്ളയായപ്പോൾ ഉത്രാളി ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും 500 രൂപ കൊടുത്ത് ഞാൻ ഒരു പെൺകുഞ്ഞിനെ വാങ്ങി. ആർച്ച എന്ന പേര് ചൊല്ലി എന്റെ ആൺമക്കളുടെ പെങ്ങളായി ഞാൻ അവളെ വളർത്തി. അവളെ വേദനിപ്പിക്കരുത്. നിയമപ്രകാരം സ്വത്തൊന്നും അവൾക്ക് കൊടുക്കേണ്ടതില്ലെങ്കിലും മക്കളെ, അവളാണ് നമ്മളുടെ സ്വത്ത്. എനിക്ക് കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എടി പിച്ചക്കാരിയുടെ മോളെ, നീ ഞങ്ങളെ കുറെ ആട്ടി. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇപ്പൊ ഇറങ്ങി ഉടനെ വാ ഇവിടുന്ന്. ആരാടി നിന്റെ ഏട്ടന്മാര്? ഓടി ലക്ഷണം കിട്ടവളെ. ഉത്സവ പറമ്പിൽ വല്യേട്ട, എന്താ ഇതൊക്കെ? ആർക്കാ വല്യേട്ട? ഞാൻ നിങ്ങളുടെ പെങ്ങളല്ലെന്ന് സംശയം. പറയ വല്യേട്ട. കുട്ടിക്കാലത്ത് എന്നെ ഈ കയ്യിലെടുത്ത് ലാളിച്ച് വളർത്തിയത് ഈ വല്യേട്ടനാ. അന്ന് വല്യേട്ടന് സംശയം ഉണ്ടായിരുന്നോ? ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രമാണം കള്ളം പറയില്ലല്ലോ. അതേടി, ഇത്രയും കാലം അട്ടയായിരുന്നു പിടിച്ച് മെത്തി കിടത്തിന്ന് ഇവരറിഞ്ഞില്ല. ഈശ്വരനാടി ഇപ്പൊ ഞങ്ങളെ അറിയിച്ചോ? ഞാൻ സ്വന്തം പെങ്ങളല്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചൂണ്ടിക്കാണിച്ചവരെ കൊല്ലാനും തിന്നാനും നടന്നിരുന്ന, എനിക്ക് വേണ്ടി മരിക്കാൻ പോലും മനസ്സുള്ള വീരേട്ടൻ അറിയില്ല ഞാൻ സ്വന്തം പെങ്ങളാണെന്ന്. പറ, എന്റെ മുഖത്ത് നോക്കി പറ. പറയാനൊന്നുമില്ല, എല്ലാം എഴുതി വെച്ചിരിക്കല്ലേ. അച്ഛനാണ് നിന്നച്ചുകൊണ്ട് നീ ഞങ്ങളുടെ പെങ്ങളാണെന്ന് പറഞ്ഞത്. അതെ, അച്ഛൻ തന്നെയാണ് വിൽപത്രത്തിൽ സത്യം പറഞ്ഞിരിക്കുന്നതും. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. അത്രയ്ക്ക് ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട് നീ ഞങ്ങളോട്. മുട്ടയടിച്ച് ചുട്ടി കുത്തി ചെണ്ട പൊട്ടി ഉത്രാളിക്കാവിലെ പൂരപ്പറമ്പിൽ കൊണ്ടുവിടണം അവളെ. ചെറിയേട്ടൻ ഇവരുടെ കൂടെ കൂടിയോ? എനിക്ക് മനസ്സിലായി, ഞാൻ തോറ്റു. ഞാൻ നിങ്ങളുടെ മുന്നിൽ തോറ്റു. ഇത്രയും വലിയ ചതി നിങ്ങൾ എന്നോട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ നിങ്ങൾ തോൽപ്പിച്ചു, ശരിക്കും തോൽപ്പിച്ചു. കാരമുള്ളിന്റെ മുനയൊടിച്ചു കഴിഞ്ഞാ പിന്നെ കാതല. ഇപ്പോഴാ നീ പെണ്ണായത്, കരയാൻ പഠിച്ചത്. ഇനി ഞാനൊരു സത്യം പറയാം. ഇതാണ് നിങ്ങളുടെ അച്ഛൻ നരസിംഹ മന്നാടിയാരുടെ കൈപ്പടയിലുള്ള വിൽപ്പത്രം. ിൽ കടന്ന് മാറ്റിയത് ഞാന്. എന്തിനാണെന്നറിയൂ? മതം പൊട്ടിയ ഈ പിടിയാനയെ തളയ്ക്കാൻ ഞാൻ തളച്ചു. നീ കുറെ കിളച്ചു. നിന്റെ അച്ഛൻ കയറില്ല മന്നാടിക്കോട്ടയിലെ നിലവറയില്. പിന്നെയാ നീ ഒരു കഷ്ണം പനയോല കാട്ടി സത്യത്തെ നുണയാക്കുന്ന കോട്ടിട്ട വിദ്യ. അല്ല, ഇതാണ് ശരിക്കുള്ള ഓല. പൊടിയന്റെ മുമ്പിൽ മായം തുള്ളാതെ പോടാ. ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങൾ തന്നെയാണ്. സത്യം, എന്റെ പെങ്ങളാണ് സത്യം. ഇവൻ ഇതുപോലെ പോയ സത്യങ്ങൾ ഇതിന് മുൻപ് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? പിച്ചക്കാരി വിളിച്ചോണ്ട് പടി ഇറങ്ങി പോടാ. നാശം ആർക്ക് വേണം ഇവളെ? എനിക്ക് വേണം. ഇവളുടെ പിന്നാലെ ഞാൻ കുറെ ഓടി കിളച്ചിട്ടുള്ളതാ. ആർക്ക് വേണ്ടെങ്കിൽ ഇവളെ എനിക്ക് വേണം. കാരണം ഇവൾ എന്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടി എന്റെ പെണ്ണ്. ഒരക്ഷരം ഇവളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? എന്നെ പോലെ കുറെ ആണുങ്ങളെ മേലെ കുതിര കയറിയതാ അവള്. ഇറങ്ങണി അങ്ങടിയിലേക്ക്. ഈ നിമിഷം വരെ ആർച്ചയുടെ മുമ്പിൽ മുട്ടുവിറച്ചുന്ന നിനക്കൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? നിനക്കെന്റെ പെണ്ണിനെ വേണം അല്ലേടാ? ഞാൻ കൊത്തിയ വിഷം ഞാൻ തന്നെ ഇറക്കാം. ഓലയിൽ വരച്ചത് മായും, ഓർമ്മയിൽ വരച്ചത് മായില്ല. പെങ്ങളാണെന്ന് സംശയമുള്ളവരൊക്കെ പേരെടുത്ത വൈറ്റാട്ടി തലയോട് ചോദിക്ക്. മന്നാടിയാരമ്മ 5ാമത് പ്രസവിച്ച് ചാപിള്ളയായിരുന്നോ, അതൊരു പെൺകുട്ടിയായിരുന്നോ, ഈ നിൽക്കുന്ന ആർച്ചയായിരുന്നോ എന്ന് അവര് പറയും. എന്നാ വിളിച്ചോണ്ട് വാടാ ആ വൈറ്റാട്ടി തള്ളയെ. അമ്മ പോയി. അയ്യോ, എപ്പോഴായിരുന്നു സംഭവം? ചിത കത്തി തീർന്നുണ്ടാവോ ചേച്ചി? ചത്തത് നിന്റെ തള്ളയാടാ. പിന്നെ പോയി എന്ന് പറഞ്ഞത്? അത്യാവശ്യമായിട്ട് ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയെന്ന്. ആര്? എവിടെ പണ്ടാരം അടക്കാനാടാ കാലമാടന്മാരെ എന്നെ കൊണ്ടുപോന്നേ? പേര് കേസ് തന്നെയാണ് തള്ളേ. ഏതാനോടെ പേരാടാ അത്ര വലിയ പേര്? ആർച്ചയുടെ കൊമ്പനാനോടെ പേരെടുക്കാനാണോടാ വിചാരിക്കളെ എന്നെ കെട്ടി എടുത്തോണ്ട് പോന്നേ? അയ്യോ, ഓടി വരണേ. ഓടി വരണേ. ഓടി വരണേ. തൊണ്ടിയും കൊണ്ട് മുങ്ങുമ്പോടാ തെണ്ടികളെ. No!
വരത്തടാ. ഉത്രാളിച്ചന്തയിലെ ഒരു പിച്ചക്കാരിയിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയതാ ആർച്ച്. അവള് നിങ്ങളുടെ പെങ്ങളല്ല. എന്തായിപ്പോ? ചോരയ്ക്ക് ചോര തിരിച്ചറിയണമെങ്കിൽ സാക്ഷി വേണോ അല്ലേടാ? എന്നാ കേട്ടോ, ആർച്ച നിങ്ങളുടെ സ്വന്തം പെങ്ങള. നരസിംഹ മന്നാടിയാരുടെ 5ാമത്തെ കുട്ടി പെണ്ണായിരുന്നു അവൾ. ആർച്ച ഏതോ ഒരുത്തൻ ഒരു പേക്കൂത്ത് കാട്ടിയപ്പം 20 കൊല്ലം പൊന്നേ കരളേന്ന് വിളിച്ച പെങ്ങളെ തന്തയില്ലാത്തവളെ എന്ന് വിളിച്ച നീ നരസിംഹ മന്നാടിയാരുടെ മകനല്ല എന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും? നിന്റെ പെണ്ണുമ്പിള്ള വരെ നിന്നെ തള്ളിയിറക്കും. അല്ലെങ്കിൽ തന്നെ പെങ്ങളാവണമെങ്കിൽ ഒരു വയറ്റി പിറക്കണമെന്നില്ലല്ലോ. വിളിക്കടാ, വിളിച്ച് ആർച്ചയോട് മാപ്പ് പറ. മന്നാടിയമ്മരെ പോയി, ആർച്ച പോയി. എവിടെ? വിളക്കി ചേർത്താൽ ഒരിക്കലും പാടുമായില്ല. ഇനി ഒരിക്കലും പഴയ ആർച്ചയാവാൻ എനിക്കോ എന്റെ പുന്നാരി ചേട്ടന്മാരാകാൻ നിങ്ങൾക്കോ ആവില്ല. സേതു കളിച്ചത് എന്റെ നല്ലതിനു വേണ്ടിയാണെങ്കിലും സേതു പട്ടം സേതുവിന്റെ കയ്യിൽ നിന്നും പൊട്ടിപ്പോയി. ആരോരുമില്ലാത്ത എന്നെ രാജ്ഞിയെ പോലെ നോക്കിയ എന്റെ ചേട്ടന്മാരോട് ഒരു വാക്ക് നന്ദി. ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല. നിങ്ങളുടെ ആർച്ച. ഇതുവരെ എവിടെയായിരുന്നു നിങ്ങളുടെ സഹോദര സ്നേഹം? സ്വന്തം തല്ലുന്ന പോലെ അവളെ ആറ്റി പായിച്ചപ്പം എവിടെയായിരുന്നു ഈ ചേട്ടന്മാർ? ഈ ഭൂമുഖത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാകുന്ന നിങ്ങളാണോ ചേട്ടന്മാർ? ആർച്ച ഇങ്ങനെ ആക്കിയത് നിങ്ങളാ. നിങ്ങൾ ഓരോ ആർക്കാണുങ്ങളോട് വെറുപ്പുണ്ടാക്കിയത് നിങ്ങളാ. അവസാനം ആ നിങ്ങൾ തന്നെ അവളെ തിരിച്ചടിച്ചു. അവൾ മരിച്ചാൽ ആ കൊല ചെയ്തത് നിങ്ങൾ ഓരോരുത്തരുവാ. ഈ ഭൂമിയിൽ അവൾ എവിടെ പോയാലും ഞാൻ കണ്ടുപിടിക്കും. ഞാനും വരുന്നു. നീ എന്താ പറഞ്ഞേ? പോകരുതെന്ന്. ഞാൻ ചാവാൻ വന്ന നീ എന്റെ കയ്യിൽ പെട്ടത് ദൈവ നിശ്ചയവാ. നിന്നെ ഇപ്പൊ ഒരുത്തരും വേണ്ടേ? എവിടെ പോയടി നിങ്ങൾ കാക്കുന്ന മന്നാടി പട്ടാളം? മുന്നോട്ട് വരരുത്. വന്നാൽ ഇതാ ഇത് കണ്ടോ? മുന്നോട്ട് വന്നാൽ പിന്നെ ഇവള് ജീവിച്ചിരിക്കില്ല. പൊട്ടിത്തെറിക്കലവായി എന്റെ പുറത്ത് കുതിര കയറുന്നു. ഞങ്ങളുടെ കല്യാണം നടത്തി തരുവോ? വീരേന്ദ്ര വിട്, അവനെ തടയണ്ട. അടുത്ത് വരരുത്. വന്നാൽ നീയും ഇവളും ചാവും. അടുത്തരുത്. വരരുത് എന്നല്ലേ പറഞ്ഞത്? നീ ഞങ്ങളുടെ പെങ്ങളെ കൊല്ലാമെന്നോ? പടക്കൻ ചതിക്കില്ലടാ. ചുറ്റടാ, ചുറ്റ് ഈശ്വര കൊളുത്തടാ.